കോടിക്ക് മേലെ ബഡ്ജറ്റ്, അതിനകത്ത് റിലീസ് ഡേറ്റ് പറഞ്ഞ ദിവസം തന്നെ ഫിക്സ് ചെയ്തു. അതൊരു ഫ്രാഞ്ചൈസ്. ഈ സിനിമ പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ പിന്നെ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഞെട്ടലുണ്ടായ കാര്യം, ഒരു രൂപ പോലും ലോക്ക് ചെയ്യോ OTT-യിൽ നിന്ന്. ആദ്യമായിട്ടാണ് എൻ്റെ ഒരു സിനിമ അങ്ങനെ. എൻ്റെ ബാക്കിൽ ബാങ്കോക്കും മുന്നിൽ മയാമിയുമാണ്. സിംഗിൾ റുപ്പി, നോട്ട് ഈവൻ എ സിംഗിൾ റുപ്പി. സാധാരണ ക്ലാഷ് റിലീസുകൾ സിനിമകളിൽ വരുമ്പോഴേക്കും ഒരാൾ ജയിക്കും ഒരാൾ തോൽക്കും എന്നാണ് ഒരു പ്രീ കൺസീവ്ഡ് നോഷനുള്ളൂ. ഷർബത്ത് സമീർ കേട്ടു ഞാനത്. നാല് ദിവസങ്ങളിൽ നിന്ന് 87 കോടി രൂപ കളക്ഷൻ. വീക്കെൻഡ്സിൽ ഏറ്റവും സെക്കൻഡ് ടോപ്പ് ഗ്രോസർ നേടിയ മലയാള സിനിമ. അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ തീർത്തുകൊണ്ടാണ് ആട് 3 നിലവിൽ തിയേറ്ററുകളിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ കാര്യങ്ങൾ വിചാരിച്ച പോലെയല്ല, ഒരുപാട് റിസ്ക് എലിമെന്റ്സ് അതിൽ നിന്നൊക്കെയാണ് മാർച്ച് 19 ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തിയത്. അങ്ങനെ പല റിസ്കിനും ശേഷം വളരെ റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുന്ന നിർമ്മാതാവായ വിജയ് ബാബുവാണ് എന്നോടൊപ്പം ചേരുന്നത്. നമസ്കാരം. നമുക്ക് ഇപ്പോൾ ഇതിനെപ്പറ്റി സംസാരിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. അതായത് ഇപ്പം 4 ദിവസം 87 കോടി 100 കോടിയൊക്കെ എത്തുന്നു. പക്ഷേ നമ്മൾ പ്രീവിയസ് ആയിട്ട് പോയിട്ട് 18-ാം തീയതി രാത്രി എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. 19-ാം തീയതി റിലീസാണ്. 18-ാം തീയതി രാത്രി എന്ന് ചിന്തിക്കുമ്പോൾ അന്ന് ഉറക്കം ഉണ്ടായിരുന്നു. അത് എങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ രാത്രി? നിങ്ങൾ ഫോണിലായിരുന്നോ അല്ലെങ്കിൽ സംസാരിച്ചിരുന്നോ? എങ്ങനെ ഉണ്ടായിരുന്നു അന്നത്തെ ദിവസം? ഉറക്കത്തിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് ഒരു പ്രശ്നമാണ്. എനിക്ക് സ്ട്രെസ് വരുമ്പോൾ ഉറക്കം വരികയാണ് ചെയ്യുക. എനിക്ക് അത് ഓട്ടോമാറ്റിക്കലി അത് റിഫ്ലെക്സ് ആക്ഷൻ പോലെയാണ്. എനിക്ക് ഉറക്കം വരും. അപ്പം അതെന്താ, നമ്മുടെ ബോഡി ചിലപ്പോൾ ആ സ്ട്രെസ്സിനെ റിജക്റ്റ് ചെയ്യുന്നതായിരിക്കാം. അതുകൊണ്ട് പിന്നെ അത് എൻ്റെ ലൈഫിലെ ഏറ്റവും ടഫസ്റ്റ് ഒരു ഡിസിഷൻ എന്ന് വേണമെങ്കിൽ അതിനെ പറയാം. കാരണം വളരെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ അപ്രതീക്ഷിതമായിട്ടാണ് ഈ മിഡിൽ ഈസ്റ്റിൽ യുദ്ധം സ്റ്റാർട്ട്. നമ്മൾ പ്രതീക്ഷിച്ചില്ല. 28 ഫെബ്രുവരി എന്ന് പറയുന്ന ദിവസം ഞങ്ങൾ അതിന് കുറച്ച് മുമ്പ്, അതായത് 20-ാം തീയതി തൊട്ട് എൻ്റെ മാർക്കറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിരുന്നു. ബിക്കോസ് ഇലക്ഷനാണെന്ന് ധാരണ ഉള്ളതുകൊണ്ടും ഹോർഡിംഗ് ഒക്കെ കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നേരത്തെ നമുക്ക് ഹോർഡിംഗ് ഒക്കെ എടുക്കാം. എന്നിട്ട് റിലീസ് ഇപ്പം നമുക്കറിയാം ഇലക്ഷൻ ഡിക്ലറേഷൻ വരും മാർച്ച് 10-ാം തീയതിയോടെ ഇലക്ഷൻ ഡിക്ലറേഷൻ വരുമെന്നും അതിനുശേഷം ഹോർഡിങ്സും വാൾസും ഒക്കെ ബിസി ആയിരിക്കും എന്നുള്ളത് നമ്മൾ നേരത്തെ വലിയ പ്രൈസിലാണ് കേരളത്തിൽ ഉടനീളം ഹോർഡിങ്സ് എടുത്തതും. അതനുസരിച്ചാണ് അതിൻ്റെ ഒരു പ്രൊമോഷണൽ സ്ട്രാറ്റജി പ്ലാൻ ചെയ്തതും. പിന്നെ വളരെ മുന്നേ തന്നെ ഇതിൻ്റെ മിഡിൽ ഈസ്റ്റ് അവകാശം അല്ലെങ്കിൽ വേൾഡ് വൈഡ് ഡിസ്ട്രിബ്യൂഷൻ അവകാശവും കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്ത് എഗ്രിമെൻറ്റിലെത്തി നിൽക്കുകയും ചെയ്തു. അപ്പം ഇങ്ങനെ ഒരു വാർ സിറ്റുവേഷൻ വന്നപ്പോൾ ആർക്കും ഇതിനൊരു ഹിസ്റ്ററി ഇല്ലല്ലോ. അതായത് ആളുകൾ തിയേറ്ററിലേക്ക് വരുമോ വരില്ലേ എന്നുള്ളതിന് ഒരു നമുക്ക് ഒന്നാമത്തെ കാര്യം നോമ്പ് കാലമായിരുന്നു അല്ലേ. അപ്പോൾ വലിയ സിനിമകൾ റിലീസ് ചെയ്യാതിരിക്കുന്ന ഒരു കാലം. ഇപ്പോൾ ആ സമയത്ത് ഒരു തിയേറ്ററിൽ ഒരു സിനിമ ഉണ്ടായിരുന്നു, അതിന് ആളുകൾ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് അതിന് ഓക്കെ, സിനിമകൾക്കൊന്നും തിയേറ്ററിൽ ആളുകൾ പോകുന്നില്ല എന്ന് നമുക്ക് അത് തീരുമാനം എടുക്കാൻ പറ്റും. ഇതങ്ങനെ ഒരു മാസത്തോളം അല്ലെങ്കിൽ 1.5 മാസത്തോളം വേറെ സിനിമകളൊന്നും തിയേറ്ററിൽ ഇല്ലായിരുന്നൊരു കാലം അല്ലേ. അപ്പം ബോർ വരികയും ഓരോ ദിവസവും ഇഷ്യൂസ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ റിലീസ് തീയതി പ്രഖ്യാപിക്കാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ OTT സാറ്റലൈറ്റ് പ്രീ റിലീസ് ഒന്നും, ബിക്കോസ് ഡേറ്റ് കൺഫേംഡ് അല്ല. ഡേറ്റ് കൺഫേംഡ് ആയാൽ മാത്രമേ ഓരോ സിനിമകളും മാറ്റി വയ്ക്കുന്നു. അപ്പോൾ അവർക്കും ഒരു സംശയം ഉണ്ടാവും. കാരണം അതിൻ്റെ തലേ ദിവസം എന്തെങ്കിലും സംഭവിച്ചാൽ പോലും റിലീസ് മാറ്റിവെക്കാം എന്നുള്ളത് കൊണ്ട് നമ്മൾ അതിൻ്റെ ചർച്ചകളും നടന്നിട്ടില്ല. അപ്പോൾ വലിയൊരു ബഡ്ജറ്റ്, ആ ബഡ്ജറ്റിൻ്റെ 1 രൂപ പോലും പിന്നെ ഈ റിലീസ് തീയതി പ്രഖ്യാപിക്കാത്തതുകൊണ്ട് തന്നെ തിയേറ്റർ അഡ്വാൻസും വന്നിട്ടില്ല. നമ്മൾ ആരുടെയും തിയേറ്റർ അഡ്വാൻസും കിട്ടുന്നില്ല. ഇല്ല, ബിക്കോസ് നമ്മൾ കൺഫേം സിംഗിൾ റുപ്പി, നോട്ട് ഈവൻ എ സിംഗിൾ റുപ്പി ഓഫ് ദിസ് മൂവി നമുക്ക് അതായത് ഞങ്ങൾ അന്ന് ലെറ്റർ ഇടുന്നത് വരെ, ഞങ്ങൾ കൺഫേംഡ് ആണ് 15-ാം തീയതി ഞങ്ങൾ ആ ലെറ്റർ ഇടുന്നത് വരെ ഇതിനൊരു സിംഗിൾ റുപ്പി പോലും നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഇതിൻ്റെ റവന്യൂ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളൊരു എനിക്ക് ഞാൻ പറഞ്ഞില്ല, ഞാൻ ഓഡിയോ നമ്മൾ റൈറ്റ്സ് കൊടുക്കാറില്ലല്ലോ ആടിൻ്റെ. കാരണം നമുക്ക് ഈ സോങ് യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇപ്പം ആട് 1-ൻ്റെയും 2-ൻ്റെയും റൈറ്റ്സ് നമ്മുടെ കയ്യിൽ തന്നെയാണ്. കാരണം അതിൻ്റെ BGM നമുക്ക് 1-ൽ അടുത്ത പാർട്ടിലും യൂസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിലാകെ ഒരു പാട്ടേ ഉള്ളൂ, അതിന് ഞങ്ങൾ റീറ്റെയിൻ ചെയ്തു. ബിക്കോസ് റൈറ്റ്സ് കൊടുക്കുമ്പം എല്ലാം അതിൻ്റെ BGM ഉൾപ്പെടെ കൊടുക്കേണ്ടി വരുന്നുള്ളതുകൊണ്ട്. അപ്പോൾ ഒരു റവന്യൂ പോലും 0 റവന്യൂവിലാണ് തുടങ്ങുന്നത്. അപ്പോൾ അത്രയും റിസ്ക് ഒരു ലൈഫിന് ആ ഡിസിഷൻ എടുക്കുക എന്നുള്ളത്. ബിക്കോസ് എൻ്റെ അടുത്ത് ഒരു 15ഓളം പേരെങ്കിലും
വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് മാറ്റിവെക്ക് അതാ നല്ലത്, ഇത്രയും നമുക്കൊരു സിനിമ ഒരു വട്ടം ഇറക്കാൻ പറ്റുള്ളൂ. ഒരിക്കലും അത് ഇൻഡസ്ട്രിയിലുള്ള സുഹൃത്തുക്കൾ തന്നെ നമ്മൾ നന്നാവണം എന്നുള്ളത് കൊണ്ടായിരിക്കും. അപ്പം അതുകൊണ്ട് തന്നെ അത് മാറ്റിവെക്കുന്നതാണ് നല്ലത്. എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്തിട്ട് നമുക്ക് ഏപ്രിലോ മെയ്യിലോ ഇതെടുക്കാം. ഓക്കെ, അതും നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രോസും കോൺസും ഇവാലുവേറ്റ് ചെയ്തതാണ്. അപ്പം നമ്മളിനി മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്ന് മാറ്റിവെച്ചാൽ തന്നെ നമുക്കറിയാം 8-9 വലിയ സിനിമകൾ ഇനി റിലീസ് ചെയ്യാനിരിക്കുന്നു. ഈ ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ഇതിനെ ബേസ് ചെയ്തിട്ടാണ് അടുത്ത സിനിമകൾ റിലീസ് ചെയ്യണോ വേണ്ടോ എന്നുള്ളത് തീരുമാനിക്കേണ്ടതെന്ന് നമുക്കറിയാം. പക്ഷെ അതിൻ്റെ ടെസ്റ്റ് എന്ന് പറയുന്നത് ആട് 3 ആയിരുന്നു. അപ്പം ഇത് വർക്കായില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത സിനിമകളും മാറ്റിവെക്കാം, അവർക്ക് അതിന് ഒരു സമയം വരുമ്പോൾ ഇറക്കാം. പക്ഷേ അതിന് സ്കേപ്പ് ഗോട്ട് ആവാൻ പോകുന്നത് ആട് 3 ആയിരിക്കും എന്നുള്ളത് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു. ഞാനും വേണുചേട്ടനും ഒരുപാട് ചർച്ചകൾ ചെയ്തു. പക്ഷേ വേണുചേട്ടൻ ഇവിടെയായിരുന്നു. അപ്പോൾ എനിക്ക് വേണുചേട്ടൻ ദുബായിലുണ്ടായിരുന്നെങ്കിൽ അവിടുത്തെ ഒരു ഗ്രൗണ്ട് റിയാലിറ്റിയെക്കുറിച്ച് നമുക്ക് തന്നെ, നമ്മുടെ പ്രൊഡ്യൂസറിൽ ഒരാൾ തന്നെ അവിടെ ഉണ്ടെങ്കിൽ ഗ്രൗണ്ട് റിയാലിറ്റി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അദ്ദേഹം ഇവിടെ സ്റ്റക്കായി, ഫ്ലൈറ്റ് ദുബായ് എയർപോർട്ട് അടച്ചതുകൊണ്ട് അദ്ദേഹം തിരിച്ചു പോകാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെ ഒരു ഘട്ടത്തിൽ 10-ാം തീയതി ആയപ്പോൾ വേണുചേട്ടന് പോകാൻ പറ്റി. അവിടെ ചെന്നിട്ട് പറഞ്ഞു ഇവിടെ ലൈഫ് നോർമലാണ്, പക്ഷേ മോൾസിലൊക്കെ ആളുകളുണ്ട്, സൂപ്പർ മാർക്കറ്റ്സിലാണ് കൂടുതൽ ആൾക്കാർ. എന്നാൽ കുറേ ആളുകൾക്ക് ഭയവും, വീട്ടിൽ നിന്ന് വർക്ക് ഫ്രം ഹോം നടക്കുന്നുണ്ട് പല ഇൻഡസ്ട്രീസിൻ്റെ ഇതും. അങ്ങനെ ഞങ്ങൾ എനിക്ക് അതിന് ഏറ്റവും കൂടുതൽ ധൈര്യം തന്നത് വേണുചേട്ടൻ തന്നെയാണ്. 100% നമുക്ക് ഇറക്കാം എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. ബിക്കോസ് ടോക്സിക് മാറുമ്പോൾ ഞാൻ ആ സമയത്ത് ബോംബെയിലുണ്ട്, എൻ്റെ തൊട്ടടുത്ത ഹോട്ടലിൽ ടോക്സിക്കിൻ്റെ ടീമുണ്ട്, അതിലും കുറച്ച് ആൾക്കാർ നമ്മുടെ സുഹൃത്തുക്കളാണ്. അപ്പോൾ ഞാൻ വിളിച്ചു രാത്രി, ഞങ്ങളിങ്ങനെ ഒരു തീരുമാനം എടുക്കുകയാണ്, നിങ്ങളുടെ തീരുമാനം എന്തായിരിക്കും? അപ്പോൾ എനിക്കറിയില്ല, അത് എന്തായാലും എനിക്ക് ആലോചിച്ചിട്ട് തീരുമാനം എടുക്കാം. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ മാർക്കറ്റാണ് മിഡിൽ ഈസ്റ്റ്. അപ്പം നമ്മൾ ഡിസ്ട്രിബ്യൂട്ടേഴ്സുമായിട്ട് സംസാരിച്ചു, അവിടുത്തെ ടേംസ് മാറും എന്നുള്ള, ബിക്കോസ് നമ്മുടെ സ്വന്തം റിസ്കിൽ റിലീസ് ചെയ്യേണ്ടതായിട്ട് വരും, MG ഉണ്ടാവില്ല എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അത് ഞങ്ങൾ പുറത്ത് പറഞ്ഞിരുന്നില്ല. അപ്പോൾ അതും ടോട്ടൽ റിസ്ക്കായിട്ട് മാറും എന്നുള്ളത് നമുക്ക് അറിയാമായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു തീരുമാനം എടുത്തു, എന്തോ ദൈവം നമുക്ക് അങ്ങനെ ഒരു തോന്നൽ വരുത്തിച്ചു. അതിൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. ഈ റിലീസിന് മുമ്പ് ഒരു അഭിമുഖത്തിൽ താങ്കൾ പറഞ്ഞിരുന്നു, ഈ സിനിമ കാവ്യ ഫിലിംസ് കൂടി വന്നിട്ടുകൊണ്ടാണ് ഈ സിനിമ ചെയ്തത്. അപ്പോൾ ഈ സിനിമ ഹിറ്റായ ആ സിനിമയ്ക്ക് കാവ്യ ഫിലിംസ് എത്ര മുടക്കിയിട്ടുണ്ട്, അവർ മുടക്കിയിരിക്കുന്ന തുക എത്രയാണോ അത് കൊടുത്തിട്ട് അതിൽ നിന്ന് ₹1 താങ്കൾ എടുക്കൂ എന്നുള്ളതാണ്. ആ ഒരു പ്രൊഡ്യൂസറിന്റെ കോൾ എന്ന് പറഞ്ഞാൽ വളരെ ഗട്സിയാണ്, അത് ഗട്സ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ടേക്കിന് പിന്നിൽ എന്താണ്? നിങ്ങൾ നേരത്തെ ഉറപ്പിച്ചിരുന്ന കരാറിന്റെ അടിസ്ഥാനത്തിലാണോ, അതോ പ്രൊഡ്യൂസർ വിജയ് ബാബുവിനെ ആ സമയത്ത് സഹായിക്കാൻ വന്ന വേണു കുന്നപ്പള്ളിയോടുള്ള ഗ്രാറ്റിറ്റ്യൂഡാണ്? യെസ്, ബിക്കോസ് ആട് 3 എന്ന് പറയുന്നത് എൻ്റെ കൺവിക്ഷനാണ്, എൻ്റെ ഫ്രാഞ്ചൈസിയാണ്, എൻ്റെ IP എൻ്റെയാണ്. അദ്ദേഹം ഈ സിനിമയിൽ വരുന്നത് ഇതിൻ്റെ ഫസ്റ്റ് ഷെഡ്യൂളിന് ശേഷമാണ്. ആ ഫസ്റ്റ് ഷെഡ്യൂൾ ഞാൻ ചെയ്യാനുള്ള കാരണം തന്നെ ആടിന് എന്തിന് ഇത്രയും ബഡ്ജറ്റ്, ഞാൻ എവിടെ പോയപ്പോഴും ചോദിച്ച ചോദ്യം, അതൊരു കോമഡി സിനിമയല്ലേ, അതിനെന്തിന് ഇത്രയും വലിയ ബഡ്ജറ്റ് എന്ന് പറയുക. അല്ല, അത് സ്ക്രിപ്റ്റ് അങ്ങനെയാണ്, അതെങ്ങനെയാണ് ഞങ്ങൾ അത് മച്ച് മോർ ആണ്, അതിലും ഇറ്റ്സ് മോർ ദാൻ ദാറ്റ്. അപ്പോൾ അത് ഞാൻ ഫസ്റ്റ് ഷെഡ്യൂളിന് ശേഷം, ഞാൻ ഇതിനു മുമ്പ് അത് ബോംബെ സ്റ്റുഡിയോസിലൊക്കെ പോയി പിച്ച് ചെയ്തിട്ടുണ്ട്. അന്ന് ബോംബെ സ്റ്റുഡിയോസ് ഇതിനെ വാല്യുവേറ്റ് ചെയ്യുന്നത് പൂർണ്ണമായും അതിലെ ആക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ്. അവർക്ക് അങ്ങനെ ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ജയസൂര്യ അതിലെ ഒരു സെൻട്രൽ ക്യാരക്ടറാണ്. ജയസൂര്യ നായകൻ എന്ന് വേണമെങ്കിൽ പറയാം. ഹൂസ് ദ ഹീറോ, ബിക്കോസ് നമ്മൾ നെറ്റിൽ അടിച്ചു നോക്കിയാൽ ലെഡ് ബൈ ജയസൂര്യ എന്ന് വരുള്ളൂ. ജയസൂര്യ 4 വർഷമായിട്ട് സിനിമ ചെയ്തിട്ടില്ല. അപ്പം OTTയുടെ ഒരു ബൂം വരുന്ന സമയത്ത് ജയസൂര്യ സിനിമകൾ ഉണ്ടായിരുന്നിട്ടില്ല. അപ്പം ലാസ്റ്റ് ഇങ്ങനെയാണല്ലോ നമ്മൾ ഇവാലുവേറ്റ്, ആ ആക്ടറിൻ്റെ ലാസ്റ്റ് മൂവി സോൾഡ് എത്രയാണ്, അതിന് ഒരു ഹിസ്റ്ററി ഇല്ല. അപ്പം നമ്മൾ കൺവിൻസ് ചെയ്യാണ് ഇതൊരു ഫ്രാഞ്ചൈസി ആണെന്നും, ഇത് പരാജയ ചിത്രത്തിൻ്റെ 2ാം ഭാഗം 2017 എടുത്തപ്പോൾ ഇതിങ്ങനെ അത് ആദ്യമായിട്ട് ഇറങ്ങിയ സിനിമകളുള്ളത്. വളരെ പിന്നെ OTT ബൂം എന്ന് പറയുന്നത് പ്രൈസ് കൂടുന്ന പ്രൈസ് കൂടി നിൽക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോഴാണ് ലാസ്റ്റ് മൂവി സോൾഡ് എന്ന് പറയുന്നത്. അപ്പൊ ലാസ്റ്റ് മൂവി സോൾഡ് ഈശോയുടെ റേറ്റ് ആണെങ്കിൽ
ഈ സിനിമയുടെ വരില്ല. മനസ്സിലായി. മനസ്സിലായി. അപ്പം OTT ബൂം എന്ന് പറയുന്നത് ആ കോവിഡ് സമയം കഴിഞ്ഞിട്ട് ഒരു ഡിമാൻഡ് ഉണ്ടാവുന്ന സമയം. അപ്പോൾ ബോംബെ സ്റ്റുഡിയോസ് ആ ബഡ്ജറ്റിൽ കൺവിൻസ് ആയിരുന്നില്ല. അങ്ങനെ ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് വരുന്നു. അവർ ആക്ച്വലി ഫ്രൈഡേയിലേക്കാണ്, ഈ സിനിമയിലേക്കല്ല, ഫ്രൈഡേയിലേക്ക് ഒരു 3 ഇയേഴ്സിലേക്ക് മലയാള സിനിമ നമുക്ക് ചെയ്യാം. അപ്പോൾ ഒന്ന് ജോയിന്റ് വെഞ്ചർ എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് കൂടുതൽ സിനിമകൾ ചെയ്യാം. അപ്പോൾ അവർക്ക് ഈ സിനിമ പരാജയപ്പെട്ടാലും അടുത്തതിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു അവർ നോക്കുന്നത് നമ്മുടെ റേഷ്യോ ആണ്. അവൻ ഇത്ര സിനിമകളിൽ എത്ര ബോക്സ് ഓഫീസിൽ വർക്കഡ്, എത്ര റവന്യൂ റിട്ടേൺ കിട്ടുന്നു. അപ്പോൾ അത് ഹെൽത്തിയാണ്. ഫ്രൈഡേ സംബന്ധിച്ചിടത്തോളം 80% സക്സസ് റേഷ്യോ ഉള്ള ഒരു കമ്പനിയാണ്. അപ്പം അതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞത് അത് ഓക്കെയാണ്, യു കെൻ കീപ് ദിസ് തിങ് എന്ന് പറഞ്ഞിട്ട്. അത് പക്ഷേ അതിന് ശേഷമാണ് പ്രൊഡ്യൂസർ അസോസിയേഷന് കണക്ക് വരുന്നതും മലയാളം ഇൻഡസ്ട്രി വലിയ നഷ്ടത്തിലാണെന്നും അവരറിയുന്നതും അവർ പിന്നെ അതിനെ എൻ്റർടൈൻ ചെയ്തില്ല. അപ്പം അങ്ങനെയാണ് ഈ സിനിമ. പിന്നെ ഈ ആടിന് എന്തിന് ഇത്രയും വലിയ ബഡ്ജറ്റ് എന്നുള്ള ചോദ്യങ്ങൾ വരുന്നു. അങ്ങനെ ഞാൻ ഫസ്റ്റ് ഷെഡ്യൂളിന് ശേഷം അത് ഒരു 15 മിനിറ്റ് എഡിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ വേണിച്ചേട്ടനെ കാണാൻ പോകുന്നത്. അങ്ങനെ വേണിച്ചേട്ടൻ സ്ക്രിപ്റ്റ് വായിക്കുന്നു, വേണിച്ചേട്ടൻ സ്ക്രിപ്റ്റ് ഇഷ്ടപ്പെടുന്നു. ഞാൻ വേണിച്ചേട്ടൻ എനിക്ക് ആദ്യം ഒരു 10 മിനിറ്റ് തരണം. അങ്ങനെ ഇത് ഞാൻ പുള്ളിയുടെ വീട്ടിൽ തന്നെ TV സ്ക്രീനിൽ ഞാൻ ഇട്ട് കൊടുത്തു. പുള്ളിക്ക് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മനസ്സിലായി. ഇങ്ങനെയാണ് അതെ, നമ്മൾ ആദ്യം ഫ്ലാഷ് ബാക്ക് ആണ് ഷൂട്ട് ചെയ്തത്. ആ ഫ്ലാഷ് ബാക്ക് തന്നെ എൻ്റെ സീനുകളും കുറച്ച് സീനുകളും എൻ്റെ സീനുകളിൽ 2-3 സെറ്റുകളിലെ സീൻ ഷൂട്ട് ചെയ്തു. അങ്ങനെ അദ്ദേഹം അത് കൺവിൻസ്ഡ് ആവുകയും ഞാൻ അതിൻ്റെ ഒരു റവന്യൂ പ്രൊജക്ഷൻ കൊടുക്കുകയും അത് ഞാൻ കൊടുത്ത പ്രൊജക്ഷന് അദ്ദേഹം ട്രസ്റ്റ് ചെയ്യുന്നു. ബിക്കോസ് ഞാനൊരു കോർപ്പറേറ്ററിൽ വന്നിട്ടുള്ള ഒരാളാണ്. ഞാനത് വ്യക്തമായി മനസ്സിലായി, ഇങ്ങനെയാണ് എൻ്റെ ഒരു പ്ലാൻ, ഇതിങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരും. എൻ്റെ ജഡ്ജ്മെൻറ്റ് അന്ന് ഞാൻ മേടിച്ചെടുത്ത് കൊടുത്ത പ്ലാൻ, ബിക്കോസ് IP എൻ്റെതായതുകൊണ്ട് അദ്ദേഹം ഇൻവെസ്റ്റർ ആയിട്ടാണ് ഇതിനകത്ത് വരുന്നത്. സോ IP എൻ്റെ. സോ ഒബ്വിയസ്ലി ദ ഫസ്റ്റ് റിട്ടേൺസ് ഇൻവെസ്റ്ററിന് തന്നെയാണല്ലോ കൊടുക്കേണ്ടത്. അപ്പോൾ റിസ്ക് ആ എലമെൻറ്റ് എൻ്റെതായിരിക്കുമെന്നുള്ളത് വ്യക്തമായ ധാരണ എനിക്കുണ്ടായിരുന്നു. പക്ഷേ 15 ദിവസം ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നു, ക്വസ്റ്റ്യൻ മാർക്ക് നിൽക്കാം സെറ്റ് ക്രൂ എല്ലാവരും ഇൻക്ലൂഡിങ് യു. അപ്പൊ എല്ലാവരും വിജയിച്ചായിട്ട് പോകുന്നതായിരിക്കും നോക്കുന്നത് നെക്സ്റ്റ് എന്താണ് എന്നുള്ളത്. കാവ്യ ഫിലിംസ് ഇത് നോ പറഞ്ഞിരുന്നു. വാട്ട് വാസ് യുവർ നെക്സ്റ്റ്? ഞാൻ ഇത് ആദ്യം തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, എൻ്റെ സർവ്വസ്വത്തും വിറ്റിട്ടാണെങ്കിലും ഈ സിനിമ ചെയ്യും. രണ്ടാമത്തത് ബെഗ് ബോറോ എന്നുള്ള കോൺസെപ്റ്റാണ്. ബെഗ് ബോറോ എന്ന് പറയുന്നത് നമുക്ക് ഇൻട്രസ്റ്റിന് എടുത്തിട്ട് ചെയ്യാം. എന്ത് വില കൊടുത്തും ഇത് ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, അത് ചെയ്യാമെന്ന് വാക്ക് കൊടുത്തു. അങ്ങനെയാണല്ലോ സിനിമ തുടങ്ങുന്നത്. അപ്പം ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു പ്ലാൻ, ഇപ്പം ആ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് മാറുന്ന സമയത്ത്, ഷൂട്ട് തുടങ്ങുന്ന സമയത്ത് അങ്ങനെ ഒരു പ്ലാൻ. പക്ഷേ ഷൂട്ട് തുടങ്ങി 15 ദിവസമായപ്പം എനിക്കത് മനസ്സിലായി, ഇത് അങ്ങനെ ചിലപ്പോൾ അത് നിൽക്കില്ല ഈ സാധനം. കാരണം മഴ വരാനുള്ള ആ മഴ കൊണ്ടിട്ടാണ് നമ്മൾ നിർത്തുന്നത്. ആ സമയത്താണ് ഒരു സെറ്റ് ഒലിച്ചു പോകുന്നത്. അപ്പം ഞാൻ ഇത് അതെ പോവാണ്. അപ്പം ഇതിൻ്റെ ഞാനൊരു ഈ ബോറോ ചെയ്തിട്ട് ചെയ്യാന്ന് പറഞ്ഞതിനകത്തുള്ളൊരു റിസ്ക് എലമെൻ്റ് എന്ന് പറഞ്ഞാൽ, ഈ മഴ കാരണം നമ്മൾ ഡിലേ ആയി പോയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൂടി വരികയും നമ്മുടെ സ്ട്രെസ് കൂടുകയും നമുക്ക് ക്രിയേറ്റീവ്ലി ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരികയും ചെയ്യും. അപ്പോൾ എപ്പോഴും നമുക്ക് ഒരു സോളിഡ് ഇൻവെസ്റ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അദ്ദേഹത്തിന് എത്ര റിട്ടേൺ കൊടുക്കുന്നതൊന്നും കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ആ പ്രോഡക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യാനുള്ള ഒരു മെൻ്റൽ ഫ്രെയിം ഓഫ് മൈൻഡ് നമുക്ക് വരും. അപ്പോൾ ഞാൻ കോൺ ഡൗൺ ചെയ്തിട്ട് വേണിച്ചേട്ടനെ വിളിക്കുകയുണ്ടായി. അത് ഈ സിനിമയ്ക്ക് ഒരു ഡെസ്റ്റിനി ഉണ്ട്, അതിൽ ഞാൻ ബിലീവ് ചെയ്യുന്നു. കാരണം ഞാൻ ആകെ വേണിച്ചേട്ടനോട് മാത്രമേ ഇവിടെ സംസാരിച്ചിട്ടുള്ളൂ. ഈ മലയാള ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും ഞാൻ ആകെ ഈ സിനിമ പിച്ച് ചെയ്തിട്ടുള്ളത് ഞാൻ വേണിച്ചേട്ടനോട് മാത്രമാണ്. ഒരു ബന്ധമില്ല. ഞാൻ അതിനു മുമ്പ് പലരോടും പൈസ കടം ചോദിച്ചിരുന്നു ഈ സിനിമ ചെയ്യാനായിട്ട് കുറച്ച്. പക്ഷെ എനിക്കത് കിട്ടിയില്ല. കാരണം ഇതിൻ്റെ ബഡ്ജറ്റ് മാഗ്നിറ്റ്യൂഡ് വലുതായതുകൊണ്ടും ഇതിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടില്ലല്ലോ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ആടിന് ഇത്രയും അപ്പോൾ അതിലെല്ലാവരും ചോദിച്ചു ആടിന് എന്തിനാണ് ഇത്രയും ബഡ്ജറ്റ്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് പൈസ ബോറോ ചെയ്യും, എനിക്ക് ഇത്ര % സ്റ്റേക്ക് തരാം എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് നടന്നില്ല. പക്ഷെ അപ്പോൾ ഞാൻ ഒരു സ്റ്റേക്ക് ഡയലൂട്ട് ചെയ്തിട്ടുള്ളൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ വേണിച്ചേട്ടനോട് മാത്രമേ പോയിട്ടുള്ളൂ. അത് അവിടെ വെച്ച് തന്നെ നടക്കുകയും ചെയ്തു. 4 ദിവസമല്ല, ആഡിറ്റ്യൂഡിന്റെ ലൈഫ് ടൈം കണക്ഷൻ 4 ദിവസം കൊണ്ട്. 4 ദിവസം കഴിഞ്ഞ് നിൽക്കുമ്പോൾ ആസ് എ പ്രൊഡ്യൂസർ ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാൾ എത്രയോ ഇൻവെസ്റ്റ്മെന്റ് ആണ്. സോ അതിന്റെ ഒരു പ്രോഫിറ്റ് പേഴ്സണലി ഉണ്ടാവില്ല. ആഡിറ്റ്യൂഡ് നമ്മൾ മുടക്കിയത് കിട്ടാനായിട്ട് അത് വരണമെങ്കിൽ ഇത് എത്ര വേണം? പെർസെന്റേജ്
നെറ്റ് ഞാൻ പറയാം. ഇനി എൻ്റെ ഒരു ഗട്ട് ഫീൽ വെച്ചിട്ട് ഇത് ഈ ആഴ്ച ലൈക്ക് അടുത്ത വീക്കെൻഡിൽ അത് ബ്രേക്ക് ഈവൻ ആവും. ഇത് സിനിമ ബ്രേക്ക് ചെയ്യും ഈവൻ അടുത്ത വീക്കെൻഡിൽ ബ്രേക്ക് ചെയ്യും. അല്ല, റൈറ്റ്സിന്റെ ചർച്ചകളൊക്കെ നടക്കുന്നേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു ഇത് നമുക്കറിയില്ലല്ലോ. അപ്പം നമ്മൾ ഇപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പം അടുത്ത വീക്കെൻഡിൽ ഇത് ബോക്സ് ഓഫീസ് ബ്രേക്ക് ഈവൻ ആവും എന്നുള്ളതാണ് എൻ്റെ ഒരു കാൽക്കുലേഷൻ. ഓക്കെ. ഇപ്പം ഒരു സമയത്ത് വിജയബാബു കാർ ഇരിക്കുന്ന സമയത്താണ് ഓൺലൈൻ മീഡിയയിൽ ഒരു വ്യക്തി ചോദിക്കുന്നത് ടോക്സിക്കിന്റെ റിലീസ് മാറ്റി വെച്ചത് ബാധിക്കുമോ? അപ്പൊ എങ്ങനെ ബാധിക്കാൻ എന്നതായിരുന്നു ചോദ്യം. സാധാരണ ക്ലാഷ് റിലീസുകൾ സിനിമകളിൽ വരുമ്പോഴേക്കും ഒരാളെ ജയിക്കും ഒരാളെ തോൽക്കും എന്നാണ് ഒരു പ്രീ കൺസീവ്ഡ് നോഷൻ ഉള്ളത്. ബട്ട് ഹിയർ ദുരന്തറും ഹിറ്റാണ്, ആട് 3 അതനുസരിച്ച് ബോക്സ് ഓഫീസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ ഒരു മിത്ത് ഇവിടെ വാനിഷ് ആയി പോവുകയാണ് എന്നതാണോ പറയുന്നത്? അല്ല, അത് എന്നും അങ്ങനെ 2 or 3 സിനിമകൾ നല്ല രീതിയിൽ ഓടാനുള്ള ഒരു എപ്പോഴും അല്ല, നമ്മൾ ഓണത്തിന് അല്ലെങ്കിൽ ക്രിസ്മസിന് നമ്മുടെ സീസണുകളിൽ 4 or 5 സിനിമകൾ ഇറങ്ങാറില്ലേ? അതിൽ 1 or 2 വിജയിച്ച ചരിത്രങ്ങളും ഉണ്ട് അല്ലേ? 2 മാസം ബ്ലോക്ക് ബസ്റ്റേഴ്സ്, ഒരു 2 ഫ്രാഞ്ചൈസിയുമാണ്. 2 ഫ്രാഞ്ചൈസിയാണ്. അപ്പൊ ദുരന്തർ ഇറങ്ങുന്നതിന് മുമ്പേ, ദുരന്തർ 1 ഇറങ്ങുന്നതിന് മുമ്പേ നമ്മൾ ആട് 2ന്റെ ഡേറ്റ് അനൗൺസ് ചെയ്തിരുന്നു, ലോക്ക് ചെയ്തിരുന്നു. അപ്പം മാർച്ച് 19 എന്ന് പറഞ്ഞ ഡേറ്റ് ഞങ്ങൾ ലോക്ക് ചെയ്യുമ്പോൾ ആ ഡേറ്റിന് വേണ്ടി വേറെ സിനിമകളും ട്രൈ ചെയ്തിരുന്നു. നമ്മളാണ് ആദ്യം അനൗൺസ് ചെയ്തത്. പിന്നെ നമ്മൾ മറ്റുള്ള സിനിമകളുടെ പ്രൊഡ്യൂസർ സുഹൃത്തുക്കളാണ്, അവർ വിളിച്ചിട്ട് നിങ്ങൾ മാറില്ലല്ലോ അല്ലേ, മാറുകയാണെങ്കിൽ പറയണം, അല്ലെങ്കിൽ ഞങ്ങൾ അവിടേക്ക് വരാൻ. മലയാള സിനിമകൾ അപ്പം നമ്മൾ മാറുന്നില്ല, നമ്മൾ അവിടെ ഉണ്ട്. അതനുസരിച്ച് അവര് ചില റിലീസ് ഡേറ്റുകൾ മാറ്റിയെടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ അവരോട് വാക്ക് പറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ മാറില്ല എന്ന്. പിന്നെ ഇതുവരെ ഞങ്ങൾ അനൗൺസ് ചെയ്ത ഒരു സിനിമയുടെ ഡേറ്റ് ഞാൻ മാറ്റിയിട്ടില്ല. ഇല്ല, ഒരു വട്ടം അനൗൺസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ട്. ഞാനൊരു ഡേറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ അതൊരു സീസൺ ആണെന്ന്, നമ്മുടെ ഇപ്പോൾ സീസണിൽ ഇറക്കേണ്ട സിനിമകളുണ്ട്, സീസണിൽ ഇറക്കാൻ പറ്റുന്ന സിനിമ, അത്രയും കോൺഫിഡൻസ് ഉള്ള സിനിമകളാണ് നമ്മൾ സീസണിൽ ഇറക്കുന്നത്. ആര് വന്നാലും ഞങ്ങൾ അവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ, അപ്പോൾ അതനുസരിച്ച് മറ്റുള്ള സുഹൃത്തുക്കളായ പ്രൊഡ്യൂസേഴ്സ് അവരുടെ സിനിമകൾ മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഡേറ്റിൽ നിന്ന് പിന്നെ മാറാൻ പറ്റില്ല. അങ്ങനെയാണ് ദുരന്തർ 1 റിലീസ് ആവുന്നതും. ആ സമയത്ത് ഞാൻ പോയി കണ്ട സിനിമയാണ്, വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമ. അന്ന് അതിൻ്റെ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഫസ്റ്റ് ഡേ ഞാൻ പോയി കണ്ടതാണത്. അതിന്റെ എൻഡിൽ ഇതിന്റെ ഒരു ഡേറ്റ് മാർച്ച് 19 പറയുമ്പോൾ ഷർബത്ത് സമീർ ഞെട്ടും. ഈ ഡേറ്റ് ഇവിടെ ഓർമ്മയുണ്ടല്ലോ. അപ്പോ ഞാനൊന്ന് ഞെട്ടി. അപ്പോഴും ടോക്സിക്കിന്റെ ഡേറ്റ് വന്നിട്ടില്ല. അപ്പം എനിക്ക് ഞാൻ ടോക്സിക്കിന്റെ അടുത്ത് എനിക്ക് സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നുണ്ട്. അപ്പൊ ടോക്സിക് പണി നടക്കുന്നു ഒരു സുപ്രഭാതത്തിൽ ഒരു ഡേറ്റ് അനൗൺസ് ചെയ്തു. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇവരെ വിളിച്ചു, നിങ്ങൾ പണി കഴിഞ്ഞിട്ടാന്നില്ല, ഇറക്കും ആ ഡേറ്റ് തന്നെ വേണമെന്നാണ് നമ്മുടെ തീരുമാനം. അപ്പൊ ഇവർ പണി കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അവൻ, ബിക്കോസ് വേറൊന്നും കൊണ്ടല്ല, ഇത് തിയേറ്റേഴ്സ് സ്പ്ലിറ്റ് ആവും. റിലീസ് ഡേറ്റ് ഓബിയസ്ലി എല്ലാവർക്കും തിയേറ്റർ വേണമല്ലോ. അപ്പം കൗണ്ട് കുറയും. നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിൽ കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടല്ല. പിന്നെ ഒരു മലയാള സിനിമയേ ഉള്ളൂ, മലയാളികൾ ആദ്യത്തെ ഓപ്ഷനായിട്ട് മലയാള സിനിമയിൽ തന്നെ എടുക്കും. ആടും ഒരു ഫ്രാഞ്ചൈസിയാണ്, ഫാൻ ഫോളോയിങ്. അപ്പൊ ആ കോൺഫിഡൻസ് എല്ലാം ഉണ്ട്. നമ്പർ ഓഫ് തിയേറ്റേഴ്സ് കുറയും എന്നുള്ളൊരു ടെൻഷനില്ല. അപ്പൊ എന്നിട്ടും നമ്മൾ തീരുമാനിച്ചു, ഓക്കെ നമുക്ക് പോവാം, നമുക്ക് മുമ്പോട്ട് തന്നെ പോവാം എന്നുള്ള രീതിയിൽ കുറഞ്ഞാലും. അപ്പം അങ്ങനെ തീരുമാനിച്ചു. പിന്നെ ടോക്സിക് മാറി എന്ന് പറയുന്നത് ആ സമയത്ത് നമുക്ക് സന്തോഷിക്കാനുള്ളൊരു അവസരം ഇല്ല ശരിക്കും. അതെങ്ങനെ? കാരണം നമ്മൾ ഇറക്കുന്നുണ്ടോ നമുക്കറിയില്ലല്ലോ. ആ ടോക്സിക് മാറാനുള്ള കാരണം എന്താണ്? മിഡിൽ ഈസ്റ്റിലെ യുദ്ധം കാരണം. അപ്പൊ ടോക്സിക് മാറുന്നു എന്നുള്ളത് നമ്മുടെ സൈഡിൽ കൂടെ പോലും പോകുന്നില്ല. കാരണം അവിടെ നമ്മൾ ചിന്തിക്കുന്നത് യുദ്ധം കാരണം നമ്മൾ ഇറക്കാൻ പറ്റുമെന്നുള്ളതാണ് ആദ്യത്തെ തോട്ട്. ടോക്സിക് മാറി എന്ന് പറയുന്നത് 15-ാം തീയതി 16-ാം തീയതി ആ ലെറ്റർ പുറത്ത് വന്നതിന് ശേഷം ഉണ്ടായിട്ടില്ല ആ തോട്ട് മാറിയത്. ടോക്സിക് റിലീസ് മാറിയത് അനൗൺസ് ചെയ്തത് മാർച്ച് 4-ാം തീയതിയാണ്. അപ്പോഴും നമ്മള് ഇത് പ്രശ്നം എന്ന് പറയുന്നത് ടോക്സിക് പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്യാവശ്യം വലിയൊരു കമ്പനിയാണ്. അവർ അതിൻ്റെതായ റിസർച്ച് നടത്തിയിട്ടായിരിക്കുമല്ലോ. എന്റെ ചിന്ത പോകുന്നത് ദേ വുഡ് ഹാവ് ഡൺ ദെയർ ഹോംവർക്ക് അല്ലേ. എന്നിട്ട് അത്രയും വലിയൊരു തീരുമാനം അവരെടുക്കണമെങ്കിൽ അവരും അത്യാവശ്യം പബ്ലിസിറ്റി ഒക്കെ കഴിഞ്ഞതാണ്. അത്യാവശ്യം ടീസേഴ്സ് പുറത്ത് വിട്ട് കഴിഞ്ഞു. ബോംബെയിൽ പ്രൊമോഷൻ തുടങ്ങിയെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ അവര് ഒരു ഹോംവർക്ക് ചെയ്തിട്ടായിരിക്കുമല്ലോ ഈ ഡേറ്റ് മാറ്റി വെക്കുന്നതാണ് ആദ്യം എൻ്റെ ചിന്തയിൽ വരുന്നത്. അപ്പം നമുക്ക് നമ്മുടെ ഹോംവർക്ക് ഒന്നും കൂടെ ചെയ്യണം എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്.
തീരുമാനം എടുത്തതിന് ശേഷം അപ്പം തിയേറ്റേഴ്സ് നമുക്ക് നമ്മളോട് വന്ന് സംസാരിക്കുകയും തിയേറ്റർ അസോസിയേഷൻ പ്രൊഡ്യൂസർ അസോസിയേഷൻ നമ്മൾ വന്നൊരു സംസാരിക്കുകയുണ്ടായി. പറഞ്ഞ് ഇവിടുത്തെ തിയേറ്ററിൻ്റെ അവസ്ഥ വളരെ മോശം അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കൊണ്ട് റിലീസ് മാറ്റിയാൽ പല സിനിമകളും റിലീസ് മാറ്റും. കാരണം നമ്മളും മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ഞാൻ പറയുന്നത് പിന്നെ ആരെങ്കിലും ഒരാൾ മുമ്പോട്ട് ഇറങ്ങിയാൽ മാത്രമല്ലേ ഇതിന് എന്താണ് നടക്കാന്നുള്ള അറിയാൻ പറ്റും. നിങ്ങൾ മാറ്റിക്കഴിഞ്ഞാൽ ഫോളോഡ് ബൈ കുറെ സിനിമ. അതെ. അപ്പൊ പല സിനിമകളും അല്ല അടുത്ത ആഴ്ച റിലീസ് ചെയ്യാനിരുന്ന സിനിമകൾ പല സിനിമകളും മാറും. അതുകൊണ്ട് എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾ റിലീസ് ചെയ്യണം, ഞങ്ങൾ കൂടെ നിൽക്കാം. ഹോൾഡ് ഓവർ പാറ്റേൺ നോക്കാതെ നമ്മൾ റിലീസ് ഇൻഡസ്ട്രിയിൽ കണ്ടിന്യൂ ചെയ്താൽ അപ്പോഴും ഞാനൊന്നും ഞെട്ടി. ഹോൾഡ് ഓവർ അങ്ങനെ ഒരു പാറ്റേൺ വരാതിരിക്കട്ടെ. നിങ്ങൾ ഹോൾഡ് ഓവർ പാറ്റേൺ നോക്കാതെ കളിക്കാന്ന് പറയുമ്പോൾ ഞാൻ ഹോൾഡ് ഓവർ ഉണ്ടാവാതെ 2-3 ആഴ്ചക്ക് ഹോൾഡ് ഓവർ ഉണ്ടാവുകയില്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് അതിൽ പ്രസക്തി ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്, മനസ്സിലായി. അപ്പൊ ആ പാറ്റേൺ ഹോൾഡ് ഓവർ പാറ്റേൺ നോക്കാതെ കളിക്കാന്ന് പറയുന്നത് എനിക്ക് പ്രസക്തി ഇല്ല. പിന്നെ നിങ്ങൾ ബിക്കോസ് ഇതിന്റെ ഫസ്റ്റ് ഡേ തന്നെ ഇതിന്റെ തീരുമാനമോ പിന്നെ ഹോൾഡ് ഓവർ പാറ്റേൺ കളിക്കുവോ കളിക്കാതിരിക്കുവോ എന്ത് വേണമെങ്കിലും അയക്കോ എന്നുള്ള രീതിയിലാണ് ഞാൻ നോക്കിയത്. അപ്പൊ തിയേറ്റർ സപ്പോർട്ട് തന്നെന്ന് പറഞ്ഞപ്പോഴും എനിക്ക് ഈ പ്രശ്നമാണ്. തിയേറ്റർ സപ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? ഹോൾഡ് ഓവർ പാറ്റേൺ നോക്കാതെ റിലീസ് സെന്ററിൽ കളിക്കാം. പടം മോശമായാലും ഇനി കളിച്ചാലും ആരെയും പോയി കാണാൻ പോകുന്നില്ലല്ലോ എന്നുള്ളതാണ്. അപ്പം അങ്ങനെ ആ ടെൻഷനാണ്, മിഡിൽ ഈസ്റ്റിന്റെ ഒരു ടെൻഷൻ എന്നെ വിടാതെ പിന്തുടർന്നിരുന്നു. ഒന്നാമത് നമ്മൾ സിനിമ റിലീസ് ചെയ്യുമ്പോൾ അതിന്റെ ജോണർ ഷിഫ്റ്റ് ആണ്, വേറൊരു ക്യാൻവാസിൽ വേറൊരു മാഗ്നിറ്റ്യൂഡിൽ ചെയ്യുന്ന സിനിമ, അതെങ്ങനെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്യും എന്നുള്ള ഒരു ടെൻഷൻ ഒരു സൈഡിൽ ഒരു സൈഡിൽ നിൽക്കുന്നു. ഒരു സൈഡിൽ ഇനി വർക്കായാലും എൻ്റെ മിഡിൽ ഈസ്റ്റിലെ റവന്യൂ കുറയുമ്പോൾ ഇത് എങ്ങനെയാണ് അതിന്റെ ഇമ്പാക്ട് നമ്മുടെ ഇതിലേക്ക് വരുന്നതെന്നുള്ളത്. ബിക്കോസ് വലിയ ബഡ്ജറ്റാണ് അവിടുത്തെ ഒരു 30% ഓഫ് ദ റവന്യൂ വരേണ്ടത് നമുക്ക് മിഡിൽ ഈസ്റ്റിൽ നിന്ന് തന്നെയാണ്. അപ്പൊ അത് ഇനി ചില ഘട്ടങ്ങളിൽ സംഭവിക്കുന്ന ഒരു കാര്യം തന്നെ സിനിമ ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഡിക്ലെയർ ചെയ്യപ്പെടും, പക്ഷെ പ്രൊഡ്യൂസറിന് ലോസ് ആയിരിക്കും. മനസ്സിലായി? എല്ലാവരും ആഘോഷിക്കും, സിനിമ ആഘോഷിക്കും. ഒരു 20 കോടിക്ക് മേലെ ബോക്സ് ഓഫീസ് അല്ലെങ്കിൽ 15 കോടിക്ക് മേലെ ബോക്സ് ഓഫീസ് കളക്ഷൻ വന്നു കഴിഞ്ഞാൽ സൂപ്പർ ഹിറ്റ് എന്ന് ഡിക്ലെയർ ചെയ്യും, അല്ലേ? ബ്ലോക്ക് ബസ്റ്റർ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ സിനിമയ്ക്ക് അത് പോരായിരുന്നു, അതായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ആ മിഡിൽ ഈസ്റ്റിലെ റവന്യൂ വരുന്നില്ല എന്ന് പറയുമ്പോൾ എന്റെ ടെൻഷൻ വരുന്നത്, മനസ്സിലായി? ഇവിടെ ചിലപ്പോൾ അത് സൂപ്പർ ഹിറ്റ് എന്ന് പറഞ്ഞ് ഡിക്ലെയർ ചെയ്യപ്പെടാം, പക്ഷെ റവന്യൂ വരാത്തടത്തോളം കാലം എനിക്കോ എഡിച്ചേട്ടനോ അതിന്റെ ഇത് ബെനിഫിറ്റ് കിട്ടില്ല. അത് നമുക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ പക്ഷെ അതെല്ലാം തിരുത്തി കുറിച്ചുകൊണ്ടാണ് നമുക്ക് വേൾഡ് വൈഡ് കളക്ഷൻ വന്നിരിക്കുന്നത്. ഇപ്പം ബുക്ക് മൈ ഷോയിലെ ട്രെൻഡ് ഞാൻ പറയാം. പ്രീ സെയിലിൽ നിന്ന് ഏകദേശം 2,35,000 ടിക്കറ്റുകളാണ് വന്നത്. തിരുത്താം ഇഫ് ഐ എം റോങ്. തേഴ്സ്ഡേ അതായത് റിലീസിന്റെ അന്ന് ഏകദേശം 290 പോയല്ലേ? 290. ഫ്രൈഡേ എനിക്ക് തോന്നുന്നു 291 to be precise. Yeah. ഫ്രൈഡേ 289 ആണ് എനിക്ക് കിട്ടിയത്. Yes, 289. അപ്പൊ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ സൺഡേ ഒരു ഡിപ്പ് വന്നിട്ടുണ്ട്. അല്ല, അതെന്താ വെച്ചാൽ പ്രീ ബുക്കിംഗ് നടന്നു കഴിഞ്ഞു. അല്ല, സാറ്റർഡേ ബുക്ക് ചെയ്യുന്നത് സൺഡേയിലേക്കാണ്, സൺഡേ ഡിപ്പ് വരുന്നത് സൺഡേ ഈവനിങ് ബുക്ക് ചെയ്യുന്നത് മൺഡേയിലേക്കാണ്. അതുകൊണ്ടാണ് മലയാളത്തിൽ അങ്ങനെ കൺസിസ്റ്റന്റ് റണ്ണ് ടിക്കറ്റ്സിൽ അങ്ങനെ വരുന്നത് കുറച്ചധികം നാളെ. ഇപ്പം എനിക്ക് തോന്നുന്നു എമ്പുരാനൊക്കെ കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ തുടരൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് ഇങ്ങനെ ഒരു റൺ കിട്ടുന്നത് ഞാൻ പറയുന്നത്. പക്ഷെ വിജയേട്ടാ, മലയാളത്തില് ഈ വർഷം ഇറങ്ങിയതിൽ എനിക്ക് പരിചയമുള്ള 2 ഹിറ്റുകളാണ്. അതായത് ഒന്ന് ചത്താ പച്ച, മറ്റൊന്ന് പ്രകമ്പൻ. ഈ 2 സിനിമകളാണ് എത്രയോ പടങ്ങൾ ഈ 2 മാസം 3 മാസത്തിനുള്ളിൽ ഇറങ്ങി. ഇതിനിടയിൽ നമുക്ക് പറയാനുള്ള ഈ 2 പടങ്ങളും പിന്നെ ഇപ്പൊ ആണ് അതുമാണ് ഞാൻ പറയുന്നത്. ഈ റേഷ്യോ ഡിസ്റ്റർബിംഗ് അല്ലേ ഫോർ ന്യൂ പ്രൊഡ്യൂസേഴ്സ്? അവര് വരാൻ മടിക്കില്ലേ? ഏത് റേഷ്യോ? ഹിറ്റ് റേഷ്യോ. ഇത്രയും സിനിമകൾ റിലീസ് ആകുമ്പോൾ പറയാനുള്ളത് 3 മാസത്തിനിടയിൽ 3 സിനിമകളാണ്. അല്ല, ഞാൻ പറയുന്നത് 3 മാസമേ ആയുള്ളൂ. എത്ര സിനിമകൾ റിലീസ് ചെയ്തു? എന്തായാലും ഒരു 30-35. അതെ, ഞാൻ പറഞ്ഞ നമ്മളിപ്പോ ഞാൻ പറഞ്ഞ A+ കാറ്റഗറി അല്ലെങ്കിൽ A കാറ്റഗറി എന്ന് പറയുന്ന കാറ്റഗറി, അതായത് 150 മേലെ റിലീസ് സെന്റേഴ്സ് എടുക്കുന്ന തിയേറ്ററുകൾ, അതാണ് ഞാൻ ബിലീവ് ചെയ്യുന്നത്. അങ്ങനെ എത്ര സിനിമകൾ റിലീസ് ചെയ്തു? അങ്ങനെ റിലീസ് ചെയ്തിട്ടില്ല. ബിക്കോസ് ഫെബ്രുവരി 17 തൊട്ട് നോമ്പ് കാലമായിരുന്നു. ജനുവരിയിലാണ് ഒരു 3-4 പടങ്ങൾ റിലീസ് ചെയ്തത്. പിന്നെ ചില പാഷനിലൂടെ ഒരു സിനിമ ഉണ്ടാക്കാനുള്ള പാഷനിൽ മേക്ക് ചെയ്യുന്ന സിനിമകൾ ഉണ്ടാവാം. അത് ഈ നോമ്പ് കാലത്തൊക്കെ ഇറക്കി വിടാറുണ്ട്, അല്ലേ? അത് കഴിഞ്ഞിട്ട് വരുന്ന ആദ്യത്തെ ചിത്രം ഇത് തന്നെയാണ്.
നമ്മുടെ സീസൺ തുടങ്ങാൻ പോണേ. അതായത് നമ്മുടെ ഒരു വർഷത്തില് മലയാളത്തിൽ എത്ര ഇപ്പം ക്രിസ്മസ് കഴിഞ്ഞ് ഐ മീൻ വിഷു അല്ലേ, അല്ലെങ്കിൽ ഈദ്, ഈസ്റ്റർ, വിഷു എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്കൂൾ അവധി എന്ന് പറയുന്ന സമ്മർ കാലഘട്ടം, അത് കഴിഞ്ഞാൽ ഓണം, അത് കഴിഞ്ഞാൽ മറ്റേ പൂജ ഹോളിഡേയ്സ് വരുന്ന, പിന്നെ ക്രിസ്മസ്. ഇവിടെയാണ് മേജർ സിനിമകൾ ഇറങ്ങുന്നത്. തുടങ്ങുന്നേ ഉള്ളൂ. നമ്മുടെ ആദ്യത്തെ സീസൺ ആരംഭിക്കുകയാണ്, ആട് വെച്ച് ആരംഭിക്കുക. ജനുവരിയിലൊരു ക്രിസ്മസ് കണ്ടിന്യൂഷൻ എന്ന് പറയുന്ന അവിടെയാണ് ചത്താപ്പച്ചയും പ്രകമനും ഒക്കെ വന്നിട്ടുള്ളത്. അതിനുശേഷം തുടങ്ങുന്നേ ഉള്ളൂ ഇത്. അതുകൊണ്ട് ഈ വർഷം മലയാള സിനിമയ്ക്ക് നല്ല കാലമായിരിക്കും. പിന്നെ ഇറങ്ങാനിരിക്കുന്ന സിനിമകളെല്ലാം പ്രോമിസിംഗ് ആയിരിക്കും. 15ഓളം പടങ്ങൾ. അന്വേഷിപ്പൻ കണ്ടെത്തുന്ന തൊട്ട് തുടങ്ങി, അന്വേഷിപ്പൻ കണ്ടെത്തും, ബ്രഹ്മയുഗം, പ്രേമലു, മഞ്ഞുമൽ ബോയ്സ്, അങ്ങനെ ഒരു 15 അല്ല ARM ഓണത്തിന്, അത് കൃഷ്ണൻ ഉണ്ടായിരുന്നു അല്ലേ? ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് ആ സമയത്താണ് ഈ 3-4 പടങ്ങൾ അത് അതിന്റെ കാരണം പറയാം. അത് ഈ നോമ്പിന്റെ കാലം വെച്ചിട്ടാണ്. ഇപ്രാവശ്യത്തെ നോമ്പ് വന്നിരിക്കുന്ന ഫെബ്രുവരിയിലാണ്. ആ സമയത്ത് അത് മാർച്ചിലായിരുന്നു. അപ്പം റിലീസ് അവിടെ ഇറങ്ങി. അപ്പം അതുകൊണ്ടാണ് ഫെബ്രുവരി ഹിറ്റുകൾ വന്നത്. അതെ. ഇപ്രാവശ്യം നോമ്പ് കാലം വന്നിരിക്കുന്നത് ഫെബ്രുവരിയിലാണ്. ഇല്ലായിരുന്നെങ്കിൽ കുറെ സിനിമകൾ ഫെബ്രുവരി ഇറങ്ങിയാണ്. അതുകൊണ്ടാണ്. അപ്പം ഈ സീസൺ അതാ പറഞ്ഞേ, നമ്മുടെ ഈദിന്റെ സീസൺ തുടങ്ങിയിട്ടേ ഉള്ളൂ. മാർച്ച് 19 തുടങ്ങിയിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന 2027 24 മാർച്ച് 3 കണ്ടായിരുന്നു. ടു ബി ഇഫ് ഐ എം നോട്ട് റോങ്, മാർച്ച് 3 ആയിരുന്നു നോമ്പുകാലം ആരംഭിക്കുന്നത്. ബിക്കോസ് മഞ്ഞുമൽ ബോയ്സ് ഫെബ്രുവരി 21 ഇറങ്ങിയത്. അപ്പൊ 2 ആഴ്ച നോമ്പിന് മുമ്പ് കിട്ടുകയും നോമ്പുകാലത്തിൽ അത് കിടന്നു പോവുകയും ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു ഇതാ. അപ്പം അതുകൊണ്ടാണ് ഫെബ്രുവരി അത്ര സിനിമകൾ ഇറങ്ങിയത്. ഇപ്പൊ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ ഒരു ഐക്കോണിക് സാധനം ഉണ്ടായിരുന്നു. 2 കുട്ടികൾ നടന്നു പോകുന്ന ഒരു ആനിമേഷൻ വീഡിയോ തുടങ്ങുന്നത്. അതിപ്പോ കാണുന്നില്ല. കാലത്തിനനുസരിച്ച് ടെക്നോളജി മാറുന്നതനുസരിച്ച് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണമല്ലോ. അത് 2005 എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള അല്ല, അത് നമ്മള് ഒരു മോഡേൺ ലുക്ക് ഔട്ട്ലുക്ക് വേണം. അത് എന്നൊരു നമ്മളൊരു സൂപ്പർ സ്റ്റാർ രജനി പഴയ അണ്ണാമലൈ ശരിയാണ്. അത് നമ്മളൊരു കൊച്ചു കമ്പനിയായിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. ചെറിയ ചെറിയ കണ്ടന്റ് ഫിലിംസ് എടുക്കാം എന്നുള്ള രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. അത് ഗ്രാജുവലി ഗ്രോ ചെയ്ത് പിന്നെ ഒരു ഘട്ടത്തിൽ എനിക്ക് ഫീൽ ചെയ്തു അത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു സാധനമാണ്. അത് സ്മോളസ്റ്റ് ബ്യൂട്ടിഫുൾ എന്ന് തോന്നിക്കുന്ന ഒരു സാധനമാണ്. ഇച്ചിരി മാഗ്നിറ്റ്യൂഡ് മാറുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു സാധനം തോന്നിയോണ്ടാണ് സിഗ്നേച്ചർ ഫിലിം മാറ്റുന്നത്. ഞാൻ കുറച്ച് സീരിയസ് ആയിട്ട് ചോദിക്കും. 3 സോഴ്സസ് ഓഫ് റവന്യൂ ആണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളത്. തിയേറ്റേഴ്സും OTT സാറ്റലൈറ്റ്. ഇതാണ് എനിക്ക് പരിചയമുള്ളത്. പക്ഷെ ഇതിനകത്ത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞാൽ എനിക്ക് ഞെട്ടലുണ്ടായ കാര്യം, 1 രൂപ പോലും ലോക്ക് ചെയ്യൂ OTT-യിൽ നിന്ന്. ആദ്യമായിട്ടാണ് എന്റെ ഒരു സിനിമ അങ്ങനെ വരുന്നത്. ഇത് അതും ഫ്രാഞ്ചൈസ് ആണ്. ആട് 2 പോലൊരു ഹിറ്റ് ഫ്രാഞ്ചൈസിന് വേണ്ടിയിട്ട് OTT ഡീൽ സ്വാഭാവികമായിട്ട് ഉണ്ടാകും എന്നാണ്. അല്ല, ഞാൻ പറഞ്ഞില്ലേ അതിന്റെ റീസൺ ഇതുകൊണ്ടാണ്. അത് മാത്രമല്ല, ഞങ്ങൾ പോസ്റ്റ് പ്രൊഡക്ഷൻ വളരെ കുറച്ച് സമയം കിട്ടിയുള്ളൂ. അപ്പൊ ഇതിനകത്ത് ഒരുപാട് VFX-ഉം ഗ്രാഫിക്സും വേണ്ടിയിരുന്ന ഇതാണ്. നമ്മൾ VFX-ഉം ഗ്രാഫിക്സും ടു ബി ഓണസ്റ്റ് നമ്മൾ സെൻസർ നടന്നതിന് ശേഷമാണ് ഓൾമോസ്റ്റ് 60% ഓഫ് ദ ഗ്രാഫിക്സും VFX-ഉം അപ്ഡേറ്റ് ആയിരിക്കുന്നത്. അതെ, ബിക്കോസ് റെഫറൻസ് ഇട്ടിട്ടുണ്ട്, അപ്ഡേറ്റ് ആയിരിക്കുന്നത്. നമ്മൾ സെൻസറിന് ആവശ്യമായ എല്ലാം നമ്മൾ കൊടുത്തിരുന്നു, അപ്ഡേറ്റ് ആയിരിക്കുന്നത്. അപ്പൊ നമ്മളെ കഴിയുന്ന വിധം ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വേർഷനെ OTT ചാനലിൽ കാണിക്കാൻ പാടുള്ളൂ. പ്രത്യേകിച്ച് ഇത്രയും VFX-ഉം ഗ്രാഫിക്സും RR-ന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു സിനിമയാണ്. അപ്പം ജനുവരി 10 പോസ്റ്റ് പ്രൊഡക്ഷൻ തുടങ്ങുന്നത്. അപ്പം ഞാനൊരു മാർച്ച് 19 റിലീസാകുമ്പോൾ ഒരു മാർച്ച് ഫസ്റ്റ് വീക്കോടുകൂടി എല്ലാവരെയും കാണിക്കാം. അപ്പം ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ കാണിക്കാമെന്നുള്ള രീതിയിൽ നമ്മൾ ഡേറ്റ്സും പറഞ്ഞിരുന്നു, എല്ലാം പറഞ്ഞിരുന്നു. അവിടെയാണ് യുദ്ധം എന്ന് പറയുന്ന 28-ാം തീയതി വരുന്നത്. അപ്പം നമ്മൾ അവരൊന്ന് ഹോൾഡ് ചെയ്തു. അവർ OTT ചാനൽസ് നിങ്ങൾ റിലീസാവോ എന്ന് തീരുമാനിക്കൂ എന്നുള്ള രീതിയിൽ. ബിക്കോസ് നമുക്ക് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അവരോട് വെറുതെ പറയാൻ പാടില്ല. കാരണം അവരതനുസരിച്ചൊരു റിലീസ് പ്ലാൻ, OTT റിലീസ് പ്ലാൻ ചെയ്യും. അപ്പം എനിക്ക് പോയി പറയില്ല ഞാൻ ഉറപ്പായിട്ടും റിലീസ് ചെയ്യും എന്ന് പറഞ്ഞിട്ട് എനിക്ക് വേണമെങ്കിൽ പോയി സെല്ല് ചെയ്യാം. പക്ഷെ അത് ഞാൻ അപ്പുറത്തെ സൈഡിൽ ഇരുന്നിട്ടുള്ളവരാണ്. ഐ സ്റ്റാർട്ട് ഓൺ ദ അതർ സൈഡ് ഓഫ് ദി ടീം. അതിന് കൊണ്ടുണ്ടാകുന്ന റിപ്പർക്കഷൻസ് ഫ്യൂച്ചറിസ്റ്റിക്കലി ആ കമ്പനിയുടെ റെപ്യൂട്ടേഷന് ഉണ്ടാവുമെന്നുള്ളതുകൊണ്ട് ഞാൻ ഷുവർ ആവുമ്പോൾ ഞാൻ പറയാം എന്ന് പറഞ്ഞിട്ട് ഞാൻ അത് ഹോൾഡ് ചെയ്തു. അപ്പം എന്നിട്ട് ഞാൻ പ്രിവ്യൂ ചെയ്തെങ്കിൽ ലാസ്റ്റ് മിനിറ്റാണ് പ്രിവ്യൂ ചെയ്യുന്നത്.
ചെയ്തിട്ട് പെട്ടെന്നൊരു ഡിസിഷൻ അവർക്ക് നമുക്ക് അത്യാവശ്യം നല്ല ബഡ്ജറ്റുള്ള സിനിമയാണ്, ടെക്നിക്കൽ പ്രിവ്യൂ ആണ്, അതിൻ്റെ ഈവൻസ് ബാക്ക് ആൻഡ് ഫോർത്ത് പോയെങ്കിലും അതിനൊരു ഡിസിഷൻ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരുപാട് പ്രശ്നങ്ങളുടെ ഇടയിൽ നമുക്കിത് എന്തായാലും റിസ്ക്കാണ്, എന്നാൽ പിന്നെ ഒരു കളക്റ്റീവായിട്ടുള്ള റിസ്ക് എടുത്തേക്കാം എന്നുള്ള രീതിയിൽ. അതായത് 50 കോടിക്ക് മേലെ ബഡ്ജറ്റ്, അതിനകത്ത് റിലീസ് ഡേറ്റ് പറഞ്ഞ ദിവസം തന്നെ ഫിക്സ് ചെയ്തു. പക്ഷെ എന്നാൽ പോലും ഒരു OTT ഡീല്, അതൊരു ഫ്രാഞ്ചൈസ്, അപ്പം സ്വാഭാവികമായിട്ട് എന്തെങ്കിലും ഒരു ഡീൽ ലോക്ക് ആവാം. അതൊന്നും വേണ്ടെന്ന് വെച്ചിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഡിസിഷൻസിൽ ഒന്നായിരുന്നു ഇതെന്ന്. ഞാൻ വെറുതെ പറയുന്നതല്ല, അത്രയും വലിയൊരു, ബിക്കോസ് ഈ സിനിമ പരാജയപ്പെട്ടിരുന്നെങ്കിൽ ഞാൻ പിന്നെ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ടായിരുന്നു. കാരണം ഒരുപാട് അത്യാവശ്യം ലോൺസ് എടുത്തിട്ടുണ്ടായിരുന്നു, അത് റിട്ടേൺ ചെയ്യണം എന്നുള്ളത്, അതെങ്ങനെ റിട്ടേൺ ചെയ്യും എനിക്ക് തോന്നുന്നില്ല. ഞാൻ പിന്നെ കുറച്ച് നാളത്തേക്ക് വേറൊരു സിനിമ ചെയ്യുമോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വന്നിരുന്നു. ഇപ്പൊ ഈ പ്രീ പ്രൊഡക്ഷൻ സമയത്ത് നമുക്കറിയാലോ ഒരു ബഡ്ജറ്റ് എത്രയായിരിക്കും പോവുക എന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണ് ഈ 10 days ഇപ്പൊ സെറ്റ് ഒലിച്ചു പോയത്? ഓക്കെ, അത് മനസ്സിലാവും. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഔട്ട് ഓഫ് റീച്ച് ആണ് എന്ന് നമ്മുടെ ഷൂട്ടിനിടയിൽ തോന്നുന്നത് നമ്മുടെ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് പറ്റിയതാണ്. അല്ല, നമുക്ക് അല്ലാതെ നമ്മുടെ ഞങ്ങളിടുന്ന ബഡ്ജറ്റില് ഒരു വേരിയേഷൻ എന്ന് പറയുന്നത് നോർമലി 5 to 7% ആണ്. ഈ സിനിമയ്ക്ക് അങ്ങനെ സംഭവിച്ചിട്ടുള്ളൂ. ഈ സിനിമയ്ക്ക് ഒരു ബഡ്ജറ്റ് ഇട്ടിരുന്നു. നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര എമൗണ്ട് അല്ല മഴ കാരണം നമുക്ക് പോയിരിക്കുന്നത്. അതായത് ഏകദേശം 6-7 കോടിയോളം രൂപ നമുക്ക് മഴ കാരണം ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ട്. കാരണം പകുതി ദിവസം ഷൂട്ട് ചെയ്ത ഒരുപാട് ദിവസങ്ങളുണ്ട്. അതായത് 4:30-5 മണിയാകുമ്പോൾ ലൈറ്റ് പോകുന്ന, അതായത് ഒരു ദിവസത്തെ 1.5 മണിക്കൂർ 2 മണിക്കൂർ എന്ന് പറയുന്നത് അത്രയും വലിയ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് സെറ്റും വരുമ്പോൾ നമ്പർ ഓഫ് ഡേയ്സിൽ അതിൻ്റെ വ്യത്യാസം വരുന്നുണ്ട്. അപ്പം അത് ഞാൻ ഇപ്പോഴും ക്രിയേറ്റീവ് ടീമിൻ്റെ കൂടെ ഞാനും മേടിച്ചിട്ട് നിൽക്കുന്നത് ബഡ്ജറ്റ് മാറുമ്പോഴും അത് അവരുടെ മിസ്റ്റേക്ക് കൊണ്ട് വന്നതല്ല എന്ന ഉത്തമ ബോധ്യമുള്ളതുകൊണ്ട് മനസ്സിലായി. ഞാനും ആ സെറ്റിൽ തന്നെ നിൽക്കുന്നതാണ്, ഞാൻ അതിൽ അഭിനയിക്കുന്നതാണ്. നമുക്ക് ഓരോ ഘട്ടത്തിലും ഞാനും ഇതിനും ഒരുമിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ സ്ക്രിപ്റ്റിലാണെങ്കിലും എല്ലാത്തിലും ഞാൻ എല്ലാ കാര്യത്തിലും ഇടപെടുന്നതാണ്. അപ്പോൾ ഒരു സീൻ എന്നല്ല, ഒരു ഡയലോഗ് അഡീഷണൽ എടുക്കണമെങ്കിൽ ഞാനും ഇതിനും ഡിസ്കസ് ചെയ്യും. ഒരു സീൻ അഡീഷണൽ എടുക്കാനോ അല്ലെങ്കിൽ ഒരു സീൻ ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ ഞങ്ങൾ ഡിസ്കസ് ചെയ്യും. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു വർക്കിംഗ് പാറ്റേൺ. ഇതിൽ അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്കൊന്നും പോയിട്ടില്ല. ഇത് പ്യോർലി നമ്മൾ ഒരു സാധനം അബ്രപ്റ്റ് ആയിട്ട് നിർത്തി ബ്രേക്ക് എടുക്കേണ്ടി വരുമ്പോൾ പിന്നെ അത് റീക്രിയേറ്റ് ചെയ്യാനും റീകൂപ്പ് ചെയ്യാനും ഉള്ള ടൈമും അതിൻ്റെ എക്സ്പെൻസും ഒക്കെ വരുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ബഡ്ജറ്റ് ഇൻക്രീസ് അതിനകത്ത് വന്നിട്ടുണ്ടെന്നുള്ളത് ഇതാണ്. അപ്പം അല്ലാതെ നമ്മുടെ കാൽക്കുലേഷൻ മിസ്റ്റേക്ക് അതിൽ വന്നിട്ടില്ല. ഒരു സിനിമയുടെ റിലീസിന്റെ അന്ന് തന്നെ അതിന്റെ OST ഇറങ്ങുക എന്ന് പറയുന്ന അഭിമാനകരമായ നേട്ടവും കൂടി നിങ്ങൾ കൈവരിച്ചിരിക്കുകയാണ്. ഞങ്ങളൊക്കെ പല മേജർ പടങ്ങളുടെ OSTക്ക് വേണ്ടി ഇപ്പോഴും വെയിറ്റ് ചെയ്യണം. ഒന്നും കിട്ടാതിരിക്കുമ്പോഴാണ് 19-ാം തീയതി ഷോയും കഴിഞ്ഞ് തിരിച്ച് യൂട്യൂബ് തുറക്കുമ്പോഴേക്കും നിങ്ങൾ OST കണ്ടോ എന്ന് പറഞ്ഞിരുന്നത്. How brilliant was that plan? അത് ആരുടെ ഞാൻ മാർക്കറ്റിംഗ് കംപ്ലീറ്റ് ഞാൻ ചെയ്യുന്നതാണ്. കാരണം ഇതിനകത്ത് നമുക്ക് 2 കണ്ടന്റേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഒരു ട്രെയിലർ, പിന്നെ ഒരു സോങ്. വേറെ നമുക്ക് കണ്ടന്റ് ഇല്ല. അപ്പോൾ യൂട്യൂബിന്റെ ഒരു സ്റ്റഡി പ്രകാരം ഒരു 30 കണ്ടന്റെങ്കിലും ഇടുമ്പോഴാണ് അത് കംപ്ലീറ്റ് ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മുടെ കണ്ടന്റ് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതിന്റെ OST നമുക്ക് റിലീസിന് ശേഷം മതി എന്നുള്ളത് കൊണ്ട് ഞാൻ എല്ലാം പ്രിപ്പയർഡ് ആക്കി തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ 1 by 1 ആയിട്ട് ഈ ആഴ്ച മൊത്തം അതിന്റെ സമയമായിരിക്കും. ഇനിയുണ്ട്, ഇനി 2-3 ഐറ്റങ്ങൾ, ഇനിയും കുറച്ച് കാര്യങ്ങൾ വരാനുണ്ട്. അപ്പം ട്രെയിലർ നമ്മൾ കുറച്ച് നേരത്തെ ഇറക്കിയിരുന്നു, അതിന്റെ ഒരു മാഗ്നിറ്റ്യൂഡ് കാണിക്കാനായിട്ട്. സോങ് 14-ാം തീയതിയാണ് ഇറക്കിയത്. അപ്പൊ പിന്നെ ആ കണ്ടന്റ് റിലീസിന് ഇറ്റ് വാസ് ആസ് പെർ പ്ലാൻ. ഈ നോൺ തിയേറ്ററിക്കലിൽ മലയാളം ഇൻഡസ്ട്രിയിൽ സംഭവിക്കുന്നത് എന്താണ്? Are the producers safe? Is COVID a blessing or a curse? COVID was a curse in terms of അതെന്ന് പറഞ്ഞാൽ അത് എപ്പോഴും സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ സാറ്റലൈറ്റ് ബൂം ഉണ്ടാകുമ്പോഴും നമുക്ക് കോസ്റ്റ് കയറിപ്പോൾ. പ്രൊഡ്യൂസേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എനി ന്യൂ റൂൾസ് ആൻഡ് എനിത്തിങ് വിച്ച് ഗോയിങ് അപ്പ് ദ കോസ്റ്റ്, അത് പ്രൊഡ്യൂസറിലേക്ക് മാത്രം വന്ന് ഉപയോഗിക്കുന്ന ഒരു ലോഡാണ്. ഇത് വരുത്തി വെച്ച നിർമ്മാതാക്കൾ തന്നെയാണ്. അങ്ങനെ പറയാൻ പറ്റില്ല. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ട കാര്യങ്ങൾ പറയാം. ഫേക്ക് കണക്കുകൾ OTT പ്ലാറ്റ്ഫോംസിലും പറയുക, ബഡ്ജറ്റിനേക്കാൾ കൂടുതലാണ് നാച്ചുറലി സെല്ലിങ്ങിന് വേണ്ടി നമ്മൾ എല്ലാവരും പറയും. അതെ, അത് നാച്ചുറൽ ആണല്ലോ. അത് പക്ഷെ അവിടെ ഇരിക്കുന്ന ആൾക്കാരും സെൻസിബിൾ ആണ്. നമുക്ക് ഒരാൾ വന്നൊരു ബഡ്ജറ്റ് പറയുമ്പോൾ
അത് ആ സിനിമ കാണുമ്പോൾ അതിന്റെ ഇത് അറിയാം, ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ പറയുന്നത് നമുക്ക് അതിന്. അതുകൊണ്ട് അതങ്ങനെയൊന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. അയാളൊരു അങ്ങനെ ഒരു ഫേക്ക് ബഡ്ജറ്റ് പറയുന്ന ആളൊരു മണ്ടനാണെന്നേ പറയത്തുള്ളൂ. കാരണം ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ നിങ്ങൾ എന്തിനാണ് ഇത്രയും സ്പെൻഡ് ചെയ്തെന്നേ നമ്മൾ പറയും. അതുകൊണ്ട് അങ്ങനെ ഹൈക്കപ്പ് ചെയ്ത് പറയുന്നതൊന്നും വലിയ കാര്യമില്ല. അത് ബിക്കോസ് അവിടെ ഇരിക്കുന്ന ആൾക്കാരും ദേ ഹാവ് സീൻ ഇറ്റ് ഓൾ, ഡൺ ഇറ്റ് ഓൾ. അവരെല്ലാ ഭാഷകളും അല്ലെങ്കിൽ അത്ര എക്സ്പീരിയൻസ് ഉള്ള അവർ തന്നെയാണ് ബൈക്കിൽ അവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് അതിലൊന്നും കാര്യമില്ല. ദ പ്രോബ്ലം ഇസ് നമുക്ക് ഒരു ഇപ്പം സാലറിയുടെ ഇൻക്രീസ്, അത് ഇപ്പോൾ സാറ്റലൈറ്റ് ബൂം വരുമ്പോൾ വന്നപ്പോൾ സാറ്റലൈറ്റ് ഓഫർ ചെയ്തുകൊണ്ടേയിരുന്നു, ഡിമാൻഡ് വന്നു. രണ്ടോ മൂന്നോ നാലോ ചാനൽ തമ്മിൽ കോമ്പീറ്റ് ചെയ്യാൻ തുടങ്ങി. ആ കോമ്പീറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഒബ്വിയസ്ലി ദ റവന്യൂ, ഒരു അഡീഷണൽ റവന്യൂ സോഴ്സ് വരുന്നു അല്ലേ, അതർ ദാൻ ബോക്സ് ഓഫീസ്, ആൻഡ് അഡീഷണൽ റവന്യൂ സോഴ്സ് വരുന്നു. അപ്പോൾ അതിനെ വ്യാഖ്യാനിക്കപ്പെട്ടത് ഇന്ന ആർട്ടിസ്റ്റിന് ഇത്ര സാറ്റലൈറ്റ് റേറ്റ് ഉണ്ട്, അങ്ങനെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെട്ടു. ഇപ്പൊ ഞാൻ റൈറ്റ്സ് വാങ്ങിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ആ മിത്തിനെ ഒന്ന് കട്ട് ചെയ്യാൻ ശ്രമിച്ചു. അന്ന് ഞാൻ ആർട്ടിസ്റ്റ് ബേസ്ഡ് അല്ല, ഇത് സ്റ്റോറി അല്ലെങ്കിൽ കണ്ടന്റ് ബേസ്ഡ് ആണ് എന്ന് പറഞ്ഞ് കണ്ടന്റ് സിനിമകൾ അന്ന് ഞാൻ ഞാൻ ചാനലിൽ ഇരുന്നപ്പോൾ എടുത്തു തുടങ്ങിയിരുന്നു. അന്ന് ഒരുപാട് നല്ല കണ്ടന്റ് സിനിമകൾ ഉണ്ടായി. അതിനോടൊപ്പം തന്നെ ന്യൂ സ്റ്റാർസ് ബോൺ ഓൾസോ. അത് ന്യൂ സ്റ്റാർസ് ബോൺ. അപ്പൊ അന്ന് ഒരു 4-5 ആർട്ടിസ്റ്റിൽ റിവോൾവ് ചെയ്തിരുന്ന ഇൻഡസ്ട്രി സാറ്റലൈറ്റ് ബൂം വന്നപ്പോഴാണ് അത് 15-16 സെല്ലബിൾ ആക്ടേഴ്സിലേക്ക് ഗ്രോ ചെയ്യപ്പെടുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അപ്പം അതിന്റെ ഇതിന് മിത്ത് ഉണ്ടായിരുന്നു തന്നെ, ഇന്ന ആക്ടറിന് ഇന്ന റേറ്റ് എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടത് കൊണ്ടാണ് ആർട്ടിസ്റ്റ് റേറ്റ്സ് കൂടിക്കൊണ്ടിരുന്നത്. അതേ സംഭവം റിപ്പീറ്റ് ചെയ്യപ്പെട്ടു കോവിഡ് സമയത്ത് റിപ്പീറ്റ് ചെയ്യപ്പെട്ടത്, സിനിമകൾ വാങ്ങിക്കുമ്പോൾ അത് ഇന്ന ആർട്ടിസ്റ്റിന്റെ സിനിമ ഇന്ന റേറ്റിന് പോയി എന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. അവിടെ വീണ്ടും കോസ്റ്റ് കൂടി. ഞാൻ പറയുന്ന ഒരു സെക്ഷൻ മാത്രമാണ്, ഒരു സെക്ഷൻ ആർട്ടിസ്റ്റ്. അതാണല്ലോ നമ്മുടെ ATL ഇപ്പൊ എബോവ് ദ ലൈനിൽ നമുക്ക് വരുന്ന ഏറ്റവും വലിയ കോസ്റ്റ് എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് കോസ്റ്റ് ആണ്. എബോവ് ദ ലൈൻ ടെക്നിക്കൽ കോസ്റ്റ്, ആർട്ടിസ്റ്റ് കോസ്റ്റ് ഒക്കെ ആണെങ്കിൽ ആർട്ടിസ്റ്റ് കോസ്റ്റ് തന്നെയാണ്. അപ്പൊ ATL അത്യാവശ്യം വളരെ വലുതായി ഷൂട്ട് ചെയ്തു. BTL പല പുതിയ നിയമങ്ങളും, അതായത് ഇപ്പം വെരി സിമ്പിൾ ആയിട്ട് നോക്കുകയാണെങ്കിൽ ഇന്നൊരു സെറ്റിൽ എത്ര കാരവൺ വേണമെന്നാണ്. ഇത് കാരവൺ സ്കൂൾ അവധിക്ക് സ്കൂൾ ബസ്സുകൾ നിരത്തിയിട്ടില്ലേ സ്കൂളില്, അതുപോലെ കാരവൺ നിരത്തി. പക്ഷെ ബിക്കോസ് അത്രയും ചൂട് സമ്മറിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്, 8-9 കാരവണാണ് ഇന്നൊരു സെറ്റില് നമുക്ക് വേണ്ടത്. പണ്ട് അങ്ങനെ ഉണ്ടായിരുന്നില്ല, എല്ലാവർക്കും ഇപ്പം വേണം. അപ്പൊ ഓരോ റൂൾസ് ആൻഡ് റെഗുലേഷൻ. ഇപ്പം ചിലപ്പോൾ ഫെഫ്ക നമ്മളോട് പറയും ഇത്ര ബാറ്റ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഇത്രയല്ലേ ഇൻക്രീസ്, അതും ഇൻക്രീസ് ആവുകയാണ്. ആ ഓരോ ലോഡും വന്ന് ഇതിന്നൊരു പ്രൊഡ്യൂസർ പുതിയ നിയമങ്ങൾ വരുമ്പോൾ എല്ലാവരും വെൽക്കം ചെയ്യും, നല്ല അങ്ങനെ ആയിക്കോട്ടെ. പക്ഷെ അതും ലോഡ് പ്രൊഡ്യൂസറിന് അതല്ല ഞാൻ പറഞ്ഞ ഇപ്പൊ സെൻസർ തന്നെ പറയാണ് ഇനി മുതൽ 6 ആഴ്ചക്ക് മുമ്പ് ഇത് അപ്ലൈ ചെയ്യണമെന്ന് പറയും അല്ലേ. ഇത് പുതിയ നിയമമാണ്. ഇതെങ്ങനെ അപ്പൊ അത്രയും നാള് പുതിയ നിയമങ്ങൾ ഇതെല്ലാം ഇതിനകത്ത് ഇതെല്ലാം കോസ്റ്റ് അല്ലേ, ഇതെല്ലാം കോസ്റ്റാണ്. അപ്പം കോസ്റ്റ് അബ്നോർമലായിട്ട് കൂടുകയും സ്ട്രാറ്റജീസ് അല്ല ആയിക്കോട്ടെ. അല്ല ഞാൻ പുതിയ നിയമങ്ങളൊന്നും അങ്ങനെ സ്പെസിഫിക്കലി പറഞ്ഞല്ല. ഞാൻ പറഞ്ഞു ഇപ്പൊ എന്താന്ന് വെച്ചാല് OTTയെ വിശ്വസിച്ച് ഒരുപാട് പുതിയ പ്രോജക്ട്സുകൾ വരുന്നു. പക്ഷെ ആളുകൾ മനസ്സിലാക്കാത്തത് അവരുടെ സ്ട്രാറ്റജി ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. They are also a company. അതെ, വേറൊരു പ്രോഫിറ്റ് സെന്റർ ആണ്. ആ പ്രോഫിറ്റ് സെന്ററിൽ അവരുടെ സ്ട്രാറ്റജി എല്ലായ്പ്പോഴും സിനിമ എടുക്കാതെ അവരോടും വാക്കൊന്നും പറഞ്ഞില്ല. അവര് ലൈബ്രറി ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് കുറെ സിനിമകൾ എടുത്തു. അത് എല്ലാ വർഷവും സംഭവിക്കും എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് മണ്ടന്മാര്. നാളെ അവരുടെ ലൈബ്രറി ബിൽഡിംഗ് കഴിഞ്ഞു, സബ്സ്ക്രിപ്ഷൻ, അവർക്കൊരു സബ്സ്ക്രിപ്ഷൻ സ്ട്രാറ്റജി ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ ഒരു ടാർഗറ്റ് ഉണ്ടാവും. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർ സസ്റ്റൈനൻസിന് പോകും. സസ്റ്റൈനൻസിന് അവരുടെ ലെവലിൽ എക്സ്ക്ലൂസീവ് കണ്ടന്റ് ആണ്. എക്സ്ക്ലൂസീവ് കണ്ടന്റ് മീൻസ് വെബ് സീരീസ്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഓപ്ഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ അവര് പറയണം നമ്മുടെ സബ്സ്ക്രിപ്ഷൻ ലെവല് ആയി കഴിഞ്ഞു,
അപ്പൊ അവര് നോക്കുമ്പോൾ ചിലപ്പം മലയാളികൾ എന്ന് പറയുന്ന എല്ലാ ഭാഷ സിനിമകളും കാണുന്നവരാണ്. ഒരു പാൻ ഇന്ത്യൻ സിനിമ എടുത്തു കഴിഞ്ഞാൽ, ഒരു പാൻ ഇന്ത്യൻ സിനിമ ഹൈ കോസ്റ്റിൽ എടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു സബ്സ്ക്രിപ്ഷൻ ഡ്രൈവ് നടക്കുന്നുണ്ടായിരിക്കാം. ഒരു പാൻ സൗത്ത് സിനിമ എടുത്താൽ അവർക്ക് കേരളത്തിൽ, അപ്പൊ അവർ നോക്കും കേരളത്തിൽ മലയാളത്തിലേക്ക് ഒരു സ്പെസിഫിക് സിനിമയുടെ ആവശ്യമില്ല. ഇപ്പോ ഫോർ എക്സാമ്പിൾ നമുക്ക് ദുരന്തർ എടുക്കാം. ദുരന്തർ എടുക്കുമ്പോൾ ദുരന്തർ 2 മലയാളത്തിൽ ഡബ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോ ദുരന്തർ 2 ഒരു OTT പ്ലാറ്റ്ഫോം എടുക്കുമ്പോൾ മലയാളത്തിന്റെ ബഡ്ജറ്റിൽ നിന്ന് ഒരു കോൺട്രിബ്യൂഷൻ അങ്ങോട്ട് പോകണം, അല്ലേ? കോൺട്രിബ്യൂഷൻ അങ്ങോട്ട് പോകും. അപ്പൊ അത് മലയാളം, ഇപ്പം ദുരന്തറിന് 15 കോടി രൂപ മലയാളത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 20 കോടി കൊടുത്താൽ അത് മലയാള സിനിമയ്ക്ക് വരേണ്ടിയിരുന്ന ബഡ്ജറ്റാണ്, അതവിടെ സ്ലാഷ് ഡൗൺ ആവണം. അതേപോലെ ഒരു തമിഴ് സിനിമ, അതൊരു അവിടെ തമിഴ് രജനി സാറിന്റെ പടമാണെന്ന് ഇരിക്കട്ടെ, രജനി സാറിന്റെ പടം അവിടെ എടുക്കുമ്പോൾ മലയാളത്തിൽ നിന്ന് കോൺട്രിബ്യൂഷൻ പോകണം. അതായത് ഇങ്ങനെ റീഡപ്പ് ചെയ്തെടുക്കുന്ന സിനിമകളും ഓരോ ഭാഷകളുടെ സിനിമയായിട്ടാണ് അവർ കൂട്ടാറ്. അതെ, ആ ഭാഷകളുടെ സിനിമയായിട്ടല്ല, അതിനൊരു മദർ ലാംഗ്വേജ് ഉണ്ടെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പൊ അത് മലയാള സിനിമയിൽ നിന്നാണ് കട്ടത്. അതാണ് പാൻ സൗത്ത് പാൻ ഇന്ത്യൻ സിനിമകൾ കൂടുന്നത് കൊണ്ടാണ് അവർക്ക് ആ സബ്സ്ക്രിപ്ഷൻ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട്. മലയാളികൾ അത് മലയാള സിനിമയ്ക്ക് വേണ്ടി മാത്രമല്ല. അപ്പം പിന്നെ സസ്റ്റൈനൻസിന് വേണ്ടിയിട്ടാണ് മലയാള സിനിമ. അപ്പൊ അങ്ങനെ വരുമ്പോ അവർക്ക് സ്ട്രാറ്റജി മാറിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ എന്താ പടം എടുക്കാത്തത് നമുക്ക് അവരോട് പോയി ചോദിക്കാൻ പറ്റില്ല. ദാറ്റ് ഇസ് ഞങ്ങളുടെ ഡിസിഷനാണ്. അത് ഇനിയും വേർഡ്സ് ആവാനാണ് സാധ്യത. ഇപ്പൊ 40 ഒരു OTT ചാനല് ഒരു 2-3 വർഷം മുമ്പ് 40 സിനിമ എടുത്തുകൊണ്ടിരുന്ന OTT ചാനല് ഇന്ന് സിനിമകളെ എടുക്കുന്നില്ല, മലയാള സിനിമ എടുക്കുന്നില്ല. അതിപ്പോ ഔട്ട് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. മറ്റുള്ള ചാനലുകൾ 30-35 എടുത്തുകൊണ്ടിരുന്ന ഒരു 10-15 ചുരുങ്ങി കഴിഞ്ഞു. ഓവറോള് ഒരു 40 സിനിമയെ മലയാളത്തിൽ OTT റൈറ്റ്സ് എടുക്കുന്നുള്ളൂ. ഇവിടെ 200 സിനിമകൾ ഉണ്ടാവുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ഭയങ്കരമായ ലോസിലേക്ക് പോകുന്നത്. ഇപ്പം വിജയബാബു നടത്തിയ പരാമർശമാണ് നെറ്റ്ഫ്ലിക്സിൽ ആദ്യമായിട്ട് എടുത്ത മലയാള സിനിമ ആടാണെന്നുള്ളത്. പക്ഷെ അതല്ല ഗ്രാൻഡ് മാസ്റ്റർ ആണ്. അല്ല, അതെന്ന് പറഞ്ഞാൽ അതിന്റെ റൈറ്റ്സ് എന്നാ സോൾഡ് ചെയ്തെന്ന് സെല് ചെയ്തെന്നുള്ള നെറ്റ്ഫ്ലിക്സ് ഇവിടെ വരുന്നതിന് മുമ്പാണ്. ഞാൻ ഇതിൽ കണ്ടിരുന്നു. നെറ്റ്ഫ്ലിക്സ് ഇവിടെ വരുന്നതിന് മുമ്പാണ് ഞാൻ US ആണ് എൻ്റെ ഇമെയിൽ ഇത് നടത്തിയത്, അതെടുത്തത്. അപ്പൊ നെറ്റ്ഫ്ലിക്സ് ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണല്ലോ ഇത് രണ്ടും ഇതാവുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ആ നെറ്റ്ഫ്ലിക്സ് എന്നാണ് സെല് ചെയ്തതെന്നുള്ളത് 2012 ഇറങ്ങിയ സിനിമയാണ്, അല്ലേ? 2012 ശരി, വന്നത് ചിലപ്പോൾ ഒരുമിച്ചായിരിക്കാം. എന്റെ ഈ കൺഫർമേഷൻ നടന്നതെന്നാണ്. മേ ബി ദാറ്റ്സ് മൈ മിസ്റ്റേക്ക്. ഓക്കേ, അപ്പം ഇതിനകത്ത് വേറൊരു കാര്യം, ഇപ്പൊ ഈ പടക്കം ആയിക്കോട്ടെ, അല്ലെങ്കിൽ യു ടേക്ക് ഫിലിംസ് വിത്ത് ന്യൂ ഡയറക്ടേഴ്സ്, പുതിയ ഡയറക്ടേഴ്സായിട്ട് ഇപ്പോഴും സിനിമകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ വാലാട്ടി ഒരു സിനിമയ്ക്ക് എത്ര പ്രൊഡക്ഷൻ കമ്പനി ചെയ്യാൻ ധൈര്യപ്പെടും എന്നുള്ളത് ഞാൻ അന്ന് ആലോചിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ നിൽക്കുന്ന ഈ റിസ്ക് ഉണ്ടല്ലോ, ഈ പറയുന്ന പോലെ ഇപ്പൊ ഒരു സ്റ്റാറിനെ കൊണ്ട് വന്നാൽ പോലും സിനിമ സെല്ലാവില്ല എന്ന് പറയുന്നിടത്ത് ഇസ് ദർ പ്ലേസ് ഫോർ ന്യൂ ഫിലിം കണ്ടന്റ്സ്, ചെറിയ ബഡ്ജറ്റിലുള്ള സിനിമകൾ, പുതിയ ഡയറക്ടേഴ്സ്, പാഷനറ്റ് ഡയറക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ള സ്പേസ്. കുറച്ചു മുമ്പ് പ്രകമനം എന്ന് പറഞ്ഞില്ലേ, അത് വർക്കായില്ലേ? പക്ഷെ അത് വിരലെണ്ണാന്നല്ലേ? അല്ല, അത് നല്ല സിനിമകൾ വിരലെന്നവരെ അങ്ങനെ എടുക്കാൻ പറ്റുന്നവർ അത് എടുത്താൽ മതി. അത്രയും കോൺഫിഡൻസ് ഉള്ളവർ എടുത്താൽ മതി. ഇപ്പൊ പടക്കളം എന്ന് പറയുന്ന സിനിമയും അത്യാവശ്യം റിസ്ക് ആയിരുന്നു, അല്ലേ? നല്ല റിസ്ക് ആയിരുന്നു. കാരണം അതും അത്യാവശ്യം ബഡ്ജറ്റിൽ ചെയ്ത സിനിമയാണ്. അപ്പം നല്ല കണ്ടന്റ് സിനിമകൾക്ക് എന്ന് സ്കോപ്പുണ്ട്. ഇക്കോ 50 കോർ ക്ലബോ അതിന്റെ മുകളിൽ പോയ സിനിമയാണ്. അതേപോലെ ഒരുപാട് നല്ല സിനിമകൾ ഇറങ്ങുന്നുണ്ട്, ഒരുപാട് സിനിമകൾ പരാജയപ്പെടുന്നുമുണ്ട്. പക്ഷെ മലയാള സിനിമ എന്നും അറിയപ്പെട്ടിരുന്നത് കണ്ടന്റിന് ബേസിസ്. കണ്ടന്റ് സിനിമകൾക്ക് എന്നും ഒരു സ്ഥാനമുണ്ട് ഇവിടെ എന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഞാന് ഇപ്പം അടുത്തത് ചെയ്യാൻ പോകുന്നത് ചിലപ്പം ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമ ആവണമെന്നില്ല. ഞാൻ ഗോ ബാക്ക്. അല്ല, നമ്മൾ ഒരുപാട് സ്ക്രിപ്റ്റുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ഞാനിപ്പം കാലന്റെ തങ്കക്കുടം എന്ന് പറയുന്ന ഒരു സിനിമയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ആ സ്ക്രിപ്റ്റാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അതൊരു ഫാന്റസി തന്നെയാണ്. അത് കാലനും ചിത്രഗുപ്തനും ഞാൻ പണ്ട് നമ്മുടെ ചെറുപ്പകാലത്ത് പപ്പൻ, പ്രിയപ്പെട്ട പപ്പൻ എന്ന് പറയുന്ന സിനിമയൊക്കെ കണ്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. നമുക്ക് ഈ സ്വർഗവും നരകവും നമുക്ക് പോയി കാണാൻ പറ്റില്ലല്ലോ, നമ്മൾ കണ്ടവരില്ലല്ലോ, അതിനൊരു ഹിസ്റ്ററി ഇല്ല. അപ്പൊ ഇതൊക്കെ ഇങ്ങനെയാണോ എന്ന് കുട്ടിക്കാലത്ത് നമ്മൾ വിചാരിച്ചിരുന്നു, അല്ലേ? ഇപ്പൊ എന്റെ മകന്റെ ഏജിലുള്ള കുട്ടികളൊന്നും അങ്ങനെ ഒരു സിനിമ കണ്ടിട്ടേ ഇല്ല.
ഇപ്പോൾ ബോട്ട് ആ ഒരു 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 ആ ഒരു കഷ്ടപ്പെടാണെന്ന് കണ്ടില്ല. അപ്പോൾ അതിനൊരു വേറൊരു രീതിയിൽ ഞങ്ങളന്ന് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. കാലനും ചിത്രവും ആ ഒരു ലോകവും അവിടെ നടക്കുന്ന ചില കാര്യങ്ങളും അത് കഴിഞ്ഞിട്ട് അവർ കേരളത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ചില രസകരമായ മുഹൂർത്തങ്ങളും ഒക്കെ വെച്ചിട്ട് കാലന്റെ തങ്ങിക്കൂടം എന്ന് പറഞ്ഞൊരു സിനിമ, അതാണ് അടുത്തത് ചെയ്തുകൊണ്ടിരിക്കുന്ന സിനിമ. അതിന് ശേഷമുള്ളത് ഒന്ന് ഇപ്പം ഫാന്റസി 3 ആവുമല്ലോ, അപ്പോഴത്തേക്ക് പടക്കളവും ആടും അങ്ങനെ സംഭവിച്ചതാണ്, ആകസ്മികമായി സംഭവിച്ചതാണ്. അപ്പം ഞാൻ ചെയ്യാത്ത ചില ജോണറുകളിലേക്കൊന്ന് കാലി വെക്കണമെന്നുണ്ട്. ഇതുവരെ എനിക്ക് ഹ്യൂമർ ഹ്യൂമർ ഇഷ്ടമായതുകൊണ്ട് ഒരു നാച്ചുറൽ ടെൻഡൻസി ഉണ്ട് ഹ്യൂമറിലേക്ക് പോകാനായിട്ടുള്ള. അത് കേൾക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഇഷ്ടം തോന്നാറുണ്ട്. പക്ഷെ ആ ടെൻഡൻസി ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ ട്രൈ ചെയ്യാത്ത ചില ജോണർ, എസ്പെഷ്യലി ത്രില്ലർ ജോണറിൽ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്, ആക്ഷൻ ജോണർ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്, ഹൊറർ ട്രൈ ചെയ്യണമെന്നുണ്ട്. അങ്ങനെ ചില ജോണേഴ്സിൽ അങ്ങനെ ചില കാര്യങ്ങൾ ചർച്ചയിൽ വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വരണം. പക്ഷെ ഈ ആട് സ്കാം എന്ന് പറഞ്ഞിട്ട് കുറച്ച് പോസ്റ്റുകൾ ഞാൻ കണ്ടു. എക്സ്പ്ലെയിൻ. കാരണം പല സിനിമകളും ഇപ്പൊ 2ാം ഭാഗം എന്ന് പറഞ്ഞിട്ട് ഒരു ലീഡ് വെച്ചിട്ട് പിന്നെ അതിന്റെ അഡ്രസ് പോലും ഇല്ല. ആ സിനിമകൾ എന്താണെന്ന് അറിയില്ല, എങ്ങോട്ടാ പോകുന്നത്, ചിലപ്പോൾ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആവില്ല. പക്ഷെ ഇവിടെ മിഥുൻ പറയുന്നത് സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആണ്. അത് ആട് 3ന്റെയും 4ന്റെയും സ്ക്രിപ്റ്റിന്റെ ഡിസ്കഷന് ശേഷമാണ് ഞാൻ ഇത് കമ്മിറ്റ് ചെയ്തത്. ആടൊരിക്കലും അങ്ങനെ പോകാൻ വന്നൊരു ഫ്രാഞ്ചൈസി. എത്ര ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും? കാരണം ലാസ്റ്റ് നിങ്ങൾ ആട് 4ന്റെ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പൊ ആ ടൈലൻഡിൽ കാണിച്ചിരിക്കുന്നത് ആ പോർഷൻ എന്ന് പറയുന്നത് ആട് 3ന്റെ ഭാഗം തന്നെയായിരുന്നു. ഞങ്ങൾ അത് ആക്ച്വലി നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ പറയണമെന്നുണ്ട്, ഹാലുസിനേഷൻ പാർട്ട് നിങ്ങൾ കണ്ടില്ലേ? ഹാലുസിനേഷൻ പാർട്ടിൽ ഇതിന്റെ ഒരു പോർഷൻ ഉണ്ടായിരുന്നു, അങ്ങനെയായിരുന്നു. അതിനുശേഷം നമ്മുടെ ജ്യോതിഷ്, നമ്മുടെ സുധീർ കർമ്മയുടെ സീനിൽ അവിടെ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടുന്നുണ്ടായിരുന്നു. അതിന്റെ ഫുള്ളായിട്ടുള്ള ഭാഗമായിരുന്നു എൻഡിൽ വെച്ചിരുന്നത്. പിന്നെ ഞങ്ങൾ നോക്കിയപ്പം അതൊരു സർപ്രൈസ് എലമെന്റ് ആയിട്ട് ലാസ്റ്റിൽ തന്നെ ഇരിക്കട്ടെ എന്ന് വെച്ചിട്ട് അത് ആ രണ്ടിടത്തു നിന്ന് കട്ട് ചെയ്ത് കളയാനുണ്ടായിരുന്നു. അല്ല, 4ല് അത് വരുന്നുണ്ട്, അതിന്റെ 4ന്റെ ഒരു ചെറിയ പാർട്ടായിരുന്നു. അല്ല, എന്റെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു ജൂൺ ജൂലൈ ഒരു റെസ്റ്റ് എടുത്തതിന് ശേഷം അതിന്റെ പ്രീ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ട് ഒരു ജനുവരി ആകുമ്പോൾ ഷൂട്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. അത് ഇതിപ്പോ കാലന്റെ തങ്ങക്കൂടെ ഇപ്പൊ ഏപ്രിൽ മെയിൽ തീരും. അതാണ് ജൂൺ ജൂലൈയിൽ ഞാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ടാണ് കാലന്റെ തങ്ങക്കൂടം കഴിഞ്ഞിട്ട് ജൂൺ ജൂലൈയിൽ അതിന്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ തുടങ്ങുകയാണെങ്കിൽ മറ്റുള്ള ആർട്ടിസ്റ്റ് ഡേറ്റ്സ് എല്ലാം കൂടെ ഒത്തുവരികയെന്നുണ്ടെങ്കിൽ ഇതിന് പിന്നെ ഇങ്ങനെ ഒരു എൻഡിങ് ആയതുകൊണ്ട് എത്രയും വേഗം ഷൂട്ട് ചെയ്യണമെന്നുള്ള ഒരു റിക്വസ്റ്റും പല ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. മിഥുനും അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ഇപ്പൊ മിഥുന് ഒരു സിനിമയുടെ കമ്മിറ്റ്മെന്റ് ഉണ്ടെന്നാണ് അറിയുന്നത്. അത് എന്താണെന്ന് അറിയില്ല. മിഥുനും എന്നോട് ഇതിന് ശേഷം പറഞ്ഞത്, ചേട്ടാ നമുക്കത് എത്രയും വേഗം തീർക്കാം, ബിക്കോസ് അങ്ങനെയാണ്. പിന്നെ ഇനി അദ്ദേഹം വല്ല ത്രില്ലർ മൂഡിൽ കയറിപ്പോയാൽ അദ്ദേഹം ത്രില്ലർ മൂഡിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടുവരാൻ തന്നെ ഞാൻ വളരെ ബുദ്ധിമുട്ടി. അപ്പൊ ആ അടുത്ത മൂഡിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ മൂഡൊന്ന് തീർത്തിട്ട് പോകുന്നത് നമ്മുടെ ഒരു കമ്മിറ്റ്മെന്റ് ആണല്ലോ ചെയ്യാന്നുള്ളത്. 4 ദിവസം 87 കോടി. ഞാൻ ചോദിക്കുന്നത് അൺപ്രെഡിക്റ്റബിൾ ആവുകയാണ് മാർക്കറ്റ്. ഫൈനൽ ക്വസ്റ്റ്യൻ ആണ്, എത്രയാണ് നമ്മൾ കാണുന്ന ഒരു മാർക്കറ്റ്? എനിക്കറിയാം, എനിക്കൊരു എക്സ്പീരിയൻസ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം 14 വർഷത്തിന് ശേഷമാണ് ഒരു മലയാളത്തിൽ ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും ഒരു സമയം വരും എന്ന് വിശ്വസിച്ചിരുന്നു. അപ്പൊ എനിക്കും എന്തെങ്കിലും ഒരു സമയം വരും എന്ന് ഞാനും വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഒരു ബ്ലോക്ക് ബസ്റ്റർ വരും, അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ അതിലൂടെ അതൊക്കെ ഞാനും കണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഞാനും കാണുകയാണ്, ഓക്കെ ഇങ്ങനെയൊരു മാർക്കറ്റ് ഉണ്ടോ, ഇങ്ങനെയൊരു റവന്യൂ സ്ട്രീം ഉണ്ട് എന്നൊക്കെ ഞാനും നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഐ ഹാവ് നമ്മളിപ്പോ സംബന്ധിച്ച് ഇന്ന് ടച്ച് ചെയ്യുമെന്നുള്ളത് തന്നെയാണ് എന്റെ ഇപ്പൊ കിട്ടുന്ന ട്രാക്കിംഗ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളത് എനിക്കത് ബ്രേക്ക് ഈവൻ ആവുക, അത് OTTയുടെ റൈറ്റ്സിന്റെ ചർച്ചകൾ കഴിയുമ്പോൾ അത് സെക്കൻഡ് സ്റ്റെപ്പ് എന്നുള്ളത് എവറി പ്രൊഡ്യൂസർ നീഡ്സ് ടു earn a return back or a profit for the risk he has taken. So ഇതിൽ എടുത്ത റിസ്ക് വെച്ചിട്ട് നമ്മുടെ ആയുസിന്റെ ഒരു 4-5 വർഷം മാനസികമായിട്ടുള്ള സ്ട്രെസ്സിൽ പോയിട്ടുണ്ട്. അപ്പൊ അതിൽ we both, me and Menichetan, for all the stress we have taken, we deserve a happy good return എന്നുള്ളതാണ്. ദൈവം എത്ര തന്നാലും അല്ലെങ്കിൽ ജനങ്ങൾ എത്ര തന്നാലും ചർച്ചകളാണ് ഈ ആഴ്ച തന്നെ ദിവസം
ഈ ആഴ്ച തന്നെ ക്ലോസ് ക്ലോസ് അതിനുള്ള സാധ്യതയുണ്ട്. അതിൽ വമ്പടി നമുക്ക് കയ്യിൽ കറക്റ്റ് ആംസ് ആൻഡ് അമ്യൂണിഷൻസ് കിട്ടിയാൽ മതി, സെല് ചെയ്യാൻ നമുക്കറിയാം. പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. വമ്പണ്ടി കിടക്കുന്നത് ആത്മാർത്ഥമായിട്ട് താങ്ക് യു സോ മച്ച്. നമ്മൾ അവർക്ക് വർക്കാവുന്ന സിനിമയാണെന്ന് ബോധ്യപ്പെട്ടു, അതുകൊണ്ട് അത് നമുക്ക് സെല് ചെയ്യാൻ പറ്റുമല്ലോ. കോസ്റ്റിൽ മാത്രമേ ഉള്ളൂ. ചെറിയ പ്രശ്നം. അടുത്ത ഈ പാർട്ട് 2 കൂടി വേഗം ഉണ്ടാവട്ടെ. എന്ന് ഞാൻ പറഞ്ഞു. Thank you. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.